പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ, ഞങ്ങളങ്ങേ ആരാധിച്ചു വണങ്ങുന്നു, ഞങ്ങളങ്ങേ സ്തുതിച്ചു വണങ്ങുന്നു. കർത്താവേ, കർത്താവേ, ഈ തിരുവോസ്തിയിൽ അങ്ങയെ കാണാൻ, ഞങ്ങളുടെ ജീവിത സങ്കടങ്ങൾ സമർപ്പിക്കാൻ, ഞങ്ങളുടെ വിഷമതകൾ സമർപ്പിക്കാൻ, ഞങ്ങളുടെ രോഗദുരിതങ്ങൾ സമർപ്പിക്കാൻ, ഞങ്ങളുടെ കടഭാരങ്ങൾ അർപ്പിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൻ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ എന്ന് വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനമുയർത്തി സ്വരമുയർത്തിക്കൊണ്ട് യേശുവേ എന്ന് വിളിക്കട്ടെ. അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിൽ 2004 ജോസഫത്തിന് പ്രത്യക്ഷയായ പരിശുദ്ധ ദൈവമാതാവേ, അമ്മയുടെ തിരുസന്നിധിയിൽ വിവിധ നിയോഗങ്ങൾ സമർപ്പിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, കൃപാസനം പ്രസാദപരമാതാവേ, അങ്ങേ സന്നിധിയിൽ ഞങ്ങൾ ചെയ്ത ഉടമ്പടി പാലിക്കാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ. കൃപാസനത്തിലെയും മരിയൻ കൃപാഭിഷേക ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ ആവശ്യവും സാധിച്ചു തരണമേ. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. എന്റെ കുടുംബത്തിന് ശക്തി തരണമേ. ആദ്യ ചൊവ്വാഴ്ച കൃപാസനത്തിൽ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ കുടുംബത്തിന്റെ ആവശ്യവും സാധിച്ചു തരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ വീശിക്കൊണ്ട് അമ്മേ പരിശുദ്ധമേ, കൃപാസനം പ്രസാദപരമാതാവേ, അങ്ങേ സന്നിധിയിൽ എന്റെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എനിക്ക് ശക്തി തരണമേ. ആദ്യ ഞായറാഴ്ച കൃപാസനത്തിൽ നടക്കുന്ന ദിവ്യകാരുണ്യ ദമ്പതി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ കുടുംബത്തിന്റെ ആവശ്യവും സാധിച്ചു തരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. കരങ്ങൾ വീശിക്കൊണ്ട് ആവേ മരിയ, ആവേ ആവേ മരിയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിശക്തമായി സ്തുതിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ ഉടമ്പടി പ്രാർത്ഥനയെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അസ്ഥികളിലാണ് കൂടുതൽ അനുഗ്രഹങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. അസ്ഥി ദ്രവിച്ചിരിക്കുന്ന അതായത് അസ്ഥിക്ക് വെട്ടുവീണിട്ടുണ്ട്. വെട്ടുവീണ അസ്ഥികളെ ഈ ആരാധന ഈശോ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതായത് വെട്ടുവീണതാണ്, ചിലപ്പോൾ വർഷങ്ങൾ പഴക്കമുള്ളതായിരിക്കാം, ചില സമയം നീരോട് വീഴുന്നതാകാം, വെട്ടുപാടുകൾ അങ്ങനെ കൂടാതെ തന്നെ നിൽക്കുന്നതാകാം. അതിൻ്റെ ബലമില്ലാത്ത അസ്ഥികളെ കർത്താവ്, വെട്ടുപാടുകൾ വീണ അസ്ഥികളെ കർത്താവ് ഈ ആരാധനയെ കൂട്ടി യോജിപ്പിക്കുന്ന കൈയടിച്ച് കർത്താവിനെ രണ്ടാമത് ഈശോ കാണിച്ച കാഴ്ച, ഈശോ തന്നെ ഒരു മകൻ്റെ വയറിൽ ഇങ്ങനെ സ്പർശിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ വയറിങ്ങനെ വീർത്തതാണ്, നെഞ്ച് ഒതുങ്ങി, നെഞ്ച് ഇങ്ങനെ വല്ലാത്ത ക്ഷീണിച്ചിരിക്കുന്നു.
വയറിങ്ങനെ വീർത്തിരിക്കുന്നത്. കരളിന് എന്തോ അസുഖമാണ്. ആ മകനെ കർത്താവ് ചിലപ്പോൾ അമീബിക്ക് പോലെ എന്തെങ്കിലും അസുഖമായിരിക്കാം. അതായത് വയറ് വീർത്തിട്ടുണ്ട്, നെഞ്ചൊതുങ്ങിയിരിക്കുന്ന നെഞ്ചുപറ്റ കാണാം. ആ മകനാണ് കർത്താവ് എൻ്റെ വയറിനെ സ്പർശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ യേശു തന്നെ സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. യേശു സ്വസ്ഥമല്ല. ഈ ഒരു ഏറ്റവും വലിയ സന്തോഷം, ഞാൻ ചിരിച്ചുപോയ ഈ ദർശനം എന്ന് പറയുന്നത് കുഞ്ഞാറ്റക്കുരുവികൾ തിരിച്ചു വരുന്നുവെന്ന്. അതായത് ഒരു പാടശേഖരമാണോന്നറിയത്തില്ല, അവർ കുഞ്ഞാറ്റക്കുരുവികളുടെ കൂടുകളാണ് നിറയെ വന്നിരിക്കുന്നത്. സാധാരണ കൊയ്ത്ത് കഴിയുമ്പോഴാണ് കുഞ്ഞാറ്റക്കുരുവികൾ കൂടി വെക്കാൻ വേണ്ടി വരുന്നത്, കൊയ്ത്തിൻ്റെ കാലമാകുമ്പോഴാണ്. ഇപ്പോൾ തരിശായ പാടശേഖരങ്ങൾ, വരുമാനമില്ലാത്ത സ്ഥലങ്ങൾ, ഐശ്വര്യമില്ലാതെ പോയത്, ആ കുരുവികളെല്ലാം ഒന്നും കിട്ടാതെ പറന്നു പോയവർ തിരിച്ചു വന്ന് കൂടുകൂട്ടാൻ പറ്റുന്ന രീതിയിൽ എൻ്റെ ദൈവമാകിതേ ഇത് നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ കഴിയും. അതായത് നിന്റെ അഭിവൃദ്ധി തിരിച്ചു വരുന്നു. കൈയടിച്ച് ശക്തമായി കൈയടിച്ച് കർത്താവിനെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ ചെയ്യും നന്മകളൊക്കെ നന്ദി പറയുന്ന കർത്താവേ, അഭിഷേകത്തോട് നന്ദി പറയുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഇരിക്കുക. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു എപ്പോഴും ഇങ്ങനെ കീഴ്ച്ചുണ്ട് താഴേക്ക് പല്ലിൻ്റെ ചുവട്ടിൽ മോണയിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടേയിരിക്കും. ഇടത് ഇങ്ങനെ ചൂണ്ടുവിരൽ കൊണ്ട് തപ്പിയോ തടഞ്ഞോ ഒക്കെ കൊണ്ടിരിക്കും. അപ്പോൾ എന്തോ ഒരു മുഴ പോലെ അവിടെ വരുന്നു, അല്ലെങ്കിൽ പല്ലുന്തി വരുന്നു, വേദനിക്കുന്നു, ആ ഭാഗങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. ആ വ്യക്തി അത് ഇടതുവശത്താണ് അങ്ങനെ കീഴ്ച്ചുണ്ടിന് ഉള്ളിൽ പല്ലിൻ്റെ പുറത്ത് മോണയുടെ വശത്താണ് അത് അസുഖമുള്ളത്. കർത്താവ് വ്യക്തിയെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. മക്കളെ, നമ്മൾ ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ, വളരെ ജീവൽ സാക്ഷ്യങ്ങൾ, ആ സാക്ഷ്യങ്ങളെല്ലാം കേട്ടപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായത് അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടൽ നിർഭയമായി അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോഴുണ്ടായ അനുഭവ അടയാളങ്ങളുടെ ആഴങ്ങളും ഒത്തിരി വ്യത്യാസം വന്നുപോയി. ഇപ്പോൾ സൂര്യന് കീഴിൽ എന്ത് സംഭവം മനുഷ്യനെ ഉണ്ടായാലും അത് കൃപാസനത്തിൽ വന്ന് പരിശുദ്ധ അമ്മ വഴി ഈശോയോട് പ്രാർത്ഥിച്ചാൽ നടക്കുമെന്ന് ഉറപ്പായി. കൈയെട്ടിച്ച് കർത്താൻ അതുപോലെ തന്നെ നിങ്ങളും ദൈവം ഈ കാണിക്കുന്ന സ്നേഹം, ദൈവം നമ്മളോട് കാണിക്കുന്ന ഈ സന്ധിപ്പ്, ദൈവം നമ്മളോട് കാണിക്കുന്ന ഈ സംരക്ഷണം, അതുപോലെ തന്നെ നിങ്ങൾ ഇടിച്ചു നിൽക്കണം. വിശ്വാസത്തിലെ, പ്രത്യാശയിലെ, സ്നേഹത്തിലെ, സമർപ്പണത്തിലെ ദൈവത്തെ സ്വന്തമായി കാണണമെന്ന് ഞാൻ പറയുന്നു. അഥവാ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വസിച്ചുകൊണ്ട് നിങ്ങളോട് പറയുന്നു. ഇതൊരു പ്രസ്താവന എന്നതിനേക്കാൾ ഉപരി ഇതൊരു ആത്മാവിൻ്റെ അപേക്ഷയാണ്. ദൈവത്തെ നീ വലിയ വേറെ ഒരാളായി, നിന്നെ സഹായിക്കാൻ പറ്റുന്ന സന്ധിക്കുന്ന ഒരു ശക്തിയായി പുറത്ത് കാണാതെ നിൻ്റെ കുടുംബത്തിലുള്ള നിൻ്റെ അപ്പനേക്കാളും അമ്മയെക്കാളും സഹോദരങ്ങളെക്കാളും, അഥവാ നീ ആരെയാണ് കൂടെ സ്നേഹിക്കുന്നത് അവരെക്കാളും ആത്മബന്ധമുള്ള, നിന്നോടടുപ്പമുള്ള ലോകത്തിലെ ഒരേ ഒരു വ്യക്തിയായി ദൈവത്തെ കാണണമെന്ന് ആത്മാവ് ആവശ്യപ്പെടുന്നു. കൈയടിച്ച് കർത്താൻ. അത് ശരിക്കും പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. കാര്യം അങ്ങനെ അച്ഛനിലൂടെ ദൈവം വെളിപ്പെടുത്തിയാലും നിങ്ങൾക്ക് ആ ബോധ്യം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല.
അതുകൊണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ദിവ്യകാരുണ്യത്തില് ജീവനോടെ ജ്വലിച്ചു നിൽക്കുന്ന എന്റെ കർത്താവേ, ഇപ്പോൾ കിട്ടിയ വെളിപാട് അങ്ങേ എന്റെ സ്വന്തമായി എന്നെപ്പോലെ തന്നെ എന്നേക്കാളുപരി എന്റെ ബന്ധമായി അങ്ങേ കാണുവാൻ അനുഭവിക്കുവാൻ എനിക്ക് അഭിഷേകം നൽകണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, എന്നെ സഹായിക്കണമേ. എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ശ്രുതികട ഹാസ്യ വൈവാഹിക തടസ്സങ്ങൾ മാറുന്ന സന്ദേശമാണ്. അതായത് രണ്ടും കൈയും ചേർന്ന് കൂദാശ യോജിപ്പിക്കുന്ന ബന്ധം കാണുന്നത് രണ്ട് കാര്യത്തിലാണ്. ഒന്ന്, വൈവാഹിക തടസ്സങ്ങൾ മാറുന്നു. രണ്ടാമത്തത്, പിരിഞ്ഞിരിക്കുന്ന മാതാപിതാക്കൾ ഭാര്യ ഭർത്താക്കന്മാരെ കർത്താവ് ഇപ്പോൾ ഐക്യപ്പെടുത്തുന്നു. കൈയടിച്ച് കർത്താവ്. അതായത് നിങ്ങളിപ്പോൾ പിരിഞ്ഞിരിക്കണം ഭാര്യ ഭർത്താക്കന്മാരെന്ന് വിചാരിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും ഈഗോ ക്ലാഷ് ആകും, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ രണ്ട് സ്വഭാവം ഒരാൾ പറയുന്ന ഒരാൾക്ക് മനസ്സിലാവണില്ല, അല്ലെങ്കിൽ ഒരാളെ പൂർണ്ണമായി അവഗണിക്കണം തന്നെ വിചാരിക്കുക. ഇപ്പം ചില ചേച്ചിമാർക്ക് അയാളുടെ നാത്തുമാരുടെ മുമ്പിൽ വെച്ചാൽ, അമ്മായിയമ്മയുടെ നാത്തുമാരുടെ മുമ്പിൽ വെച്ചാൽ എന്തെങ്കിലും ഒരു കൊള്ളിവാക്ക് പറഞ്ഞാൽ മതി, അവർക്ക് ചുട്ടുപൊള്ളും ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഭർത്താവിനെ അവർ വെറുക്കും. കാര്യം ഓരോ മനുഷ്യൻ്റെ മൈൻഡ് സെറ്റ് വ്യത്യാസമുള്ളൂ. ഇപ്പോൾ ഭർത്താവിന് മനസ്സിലാകത്തില്ല, ഓ ഞാനെന്നാ പറഞ്ഞു, ഇത്രയില്ലേ പറഞ്ഞുള്ളതെന്ന് പറയും. പക്ഷെ അവളെ സംബന്ധിച്ചിടത്തോളം അത് പ്രശ്നമാണ്. കാര്യം എന്താണ്, അത് നിങ്ങളുടെ പെങ്ങളുടെ മുമ്പിൽ വെച്ച് പറഞ്ഞില്ലേ, നിങ്ങളുടെ അമ്മയുടെ മുമ്പ് വെച്ച് പറഞ്ഞില്ലേ, ഒറ്റയ്ക്ക് പറഞ്ഞാൽ എന്താ എനിക്ക് പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. അത് അവർ പറഞ്ഞ കറക്റ്റ് കാര്യങ്ങളാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ ഇവരുടെ മേക്കിട്ട് കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചുട്ടുപൊള്ളുന്ന നൊമ്പരമുള്ള മക്കളെ ഈ നിമിഷം ആ പൊള്ളല്, ആ വേദന ആരുടെയെങ്കിലും വർത്തമാനം കേട്ടിട്ട് ഒതുങ്ങിപ്പോയി ചുരുങ്ങിപ്പോയി എന്ന് വിചാരിച്ച് ആ ഒതുക്കുകയും ചുരുക്കുകയും ചെയ്ത വ്യക്തിയോട് വൈരാഗ്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈശോനെ പ്രതി ക്ഷമിച്ച് അത് ആ വിഷമം ഈശോയ്ക്ക് ഏൽപ്പിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അതുവഴി വിശുദ്ധീകരിക്കപ്പെടാനും ദൈവത്തിന് കടന്നു വരാനുള്ളൊരു വഴിയൊരുക്കാൻ പറഞ്ഞിരിക്കുന്നു. കൈ അടിച്ച് കർത്താവിനെ അവസാനം എന്നാ വെളിപ്പെടുത്തിയത്? അങ്ങനെ ചുട്ടുപൊള്ളുന്ന അനുഭവങ്ങളെ ഈശോൻ്റെ നാമത്തിൽ എടുത്തിട്ട് അത് ക്ഷമിച്ചോ അല്ലെങ്കിൽ കർത്താവിൻ്റെ നാമത്തിൽ ആ സഹനം ഏറ്റെടുത്തിട്ട് അവസാനം അച്ഛനിലൂടെ എന്താ പറഞ്ഞത്? വഴിയൊരുക്കാൻ പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇതൊക്കെ വഴിയൊരുക്കാൻ പറഞ്ഞിരിക്കുന്നു എന്നാണ് പറയണത്. അതായത് അത് കറക്റ്റ് വചനമാണ്. എന്നുവെച്ചാൽ അതൊരു വചനമാണ്. ഇപ്പം ഇങ്ങനെ ചുട്ടുപൊള്ളുന്ന അനുഭവങ്ങൾ ഉണ്ടായത് കൊണ്ട് വൈരാഗ്യമോ പകയോ നിരാശയോ സങ്കടമോ അവഗണനയോ വെച്ചിട്ടുണ്ട് നമ്മളിങ്ങനെ അകന്ന് കഴിയുകയാണെങ്കിൽ വഴിയൊരുക്കാൻ പറ്റത്തില്ല, ഈശോയ്ക്ക് കടന്നു വരാൻ പറ്റത്തില്ല എന്നാ. അപ്പോൾ ഈശോയ്ക്ക് വരാൻ പറ്റുന്ന രീതിയിൽ അത് ക്ഷമിക്കുകയോ ഈശോയുടെ നാമത്തിൽ സഹിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഈശോ പറയണത് അതൊരു വഴി ഒരുക്കലാകുമെന്നാണ് പറയണത്, അല്ലേ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കർത്താവിന് വഴി ഒരുക്കണം, അല്ലേ? ബൈബിളിലെ ഏറ്റവും വലിയ സന്ദേശങ്ങളിലൊന്നാണ് ഈശോയ്ക്ക് വഴി ഒരുക്കുക എന്നുള്ളത്. ഈശോ നമ്മൾ എപ്പോഴും ഈശോനെ വിളിക്കുന്നുണ്ട്. പക്ഷേ ഈശോ അക്കരെ വന്ന് നിൽക്കണ പാല ഇട്ടിട്ടില്ല, ഉള്ള വഴിയിൽ കുപ്പിച്ചില് വെച്ചിരിക്കുക. ഈശോയ്ക്ക് കടന്നു വരാനുള്ള വഴികളിൽ കുപ്പിച്ചില്ലാണ് ഇരിക്കണത്. എന്ത് ചെയ്യും? ആണി ഇല്ലേ ആൾക്ക് ഇങ്ങനെയൊക്കെ സംഗതി ഇരിക്കണമെങ്കിൽ ഈശോയ്ക്ക് എങ്ങനെ വരാൻ പറ്റും? നമ്മൾ വായിശോയെ എന്ന് വിളിക്കുകയും ചെയ്യും, കുപ്പിച്ചില് വെക്കുകയും ചെയ്യും. അത് രണ്ടും കൂടി നടക്കത്തില്ല. ഈ പറഞ്ഞിരിക്കുന്ന കുപ്പിച്ചില്ലൊക്കെ പിറക്കി മാറ്റിയിട്ട്, വൈരാഗ്യങ്ങളെടുത്ത് മാറ്റിയിട്ട്, പകയെടുത്ത് മാറ്റിയിട്ട്, വിദ്വേഷം എടുത്ത് മാറ്റിയിട്ട് ഇങ്ങനെ കർത്താവിന് വരാൻ വേണ്ടി വഴിയൊരുക്കാൻ പറഞ്ഞിരിക്കുന്നു. ശ്രുതിയുടെ ആശീർവാദാറാമി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സന്തോഷമേ ശ്രുതിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അതായത് സുവിശേഷം തുടങ്ങണത് തന്നെ അങ്ങനെയാണ്, അല്ലേ? ഈശോ വരുന്നതിന് മുമ്പ് ലൂക്കായുടെ സുവിശേഷം 3:5 ഇപ്പോൾ ഈശോ വെളിപ്പെടുത്തിയത്. എന്താണ്? യോഹന്നാൻ മാംദാനായുടെ സ്വരമാണ് നമ്മൾ വചനത്തിൽ കേൾക്കുന്നത്, കർത്താവിന് വഴിയൊരുക്കാൻ. യോഹന്നാൻ മാംദാനായിൻ്റെ കൂടെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് പറയണത്? കുന്നായാൽ കുന്നും അതുപോലെ തന്നെ മലയായ മലയും നിരത്തപ്പെടും. കുന്നായാൽ കുന്നും മലയായാൽ മലയും
നിരത്തപ്പെടും. ഇപ്പം കുന്നും മലയൊക്കെ ഉണ്ടെങ്കിൽ അത് നിരത്തപ്പെടുമെന്ന് പറയുന്നുണ്ട്. അപ്പം എന്താ ഞാനിങ്ങനെ പറയാൻ കാര്യമെന്നറിയാവോ? ഇപ്പോഴിങ്ങനെ ഒരു മെസ്സേജ് വന്നല്ലോ, അതായത് വഴിയൊരുക്കാൻ പറഞ്ഞല്ലോ. ഇപ്പം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത് ഇന്നലെ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞ കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മകന് ഒരു കല്യാണാലോചന നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പെണ്ണ് കണ്ട് വീട്ടിൽ അവിടുത്തെ അപ്പൻ ഞായറാഴ്ച അങ്ങനെ ഇങ്ങനെ പള്ളിയിൽ പോണ ആളല്ല. ഈ മനുഷ്യന് അത് സഹിക്കാൻ പറ്റണില്ല. ആരാണ്? ഈ മനുഷ്യൻ്റെ വീട്ടിലെല്ലാവരും ദേവാലയമായിട്ട് കർത്താവിൻ്റെ ബലിപീഠവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾ. അപ്പം അങ്ങനെയുള്ളൊരു മകള് വേണം ഞങ്ങളുടെ കുടുംബത്തിൽ വരാനാണ് ഈ മനുഷ്യൻ്റെ ആഗ്രഹം. അതുകൊണ്ട് വേറെ കോംപ്രമൈസ് ഒന്നും ചെയ്യത്തില്ല ഇയാൾ. പക്ഷേ ഇപ്പോഴെന്താ ചെയ്യുന്നത്? വരാമ്പോൾ അമ്മായിയപ്പൻ തന്നെ, മകളുടെ അപ്പൻ തന്നെ പള്ളിയിൽ പോകാത്തയാൾ. അച്ഛാ, നിങ്ങളെന്താ പള്ളിയിൽ പോകാത്തതെന്ന് ചോദിച്ചപ്പോഴേ ഞങ്ങളെ പള്ളിയിൽ പോകുന്ന കുടുംബങ്ങളിൽ നിന്നാണ്, ദേവാലയത്തിൽ പോയി ഞായറാഴ്ച ബലി പങ്കെടുക്കുന്ന കുടുംബങ്ങളിൽ നിന്നാണ് ആലോചന ആഗ്രഹിക്കുന്നതെന്ന് നേരെ ഈ മനുഷ്യൻ പറയുകയാണ്. ചെറുക്കൻ്റെ അപ്പൻ പെണ്ണിൻ്റെ അപ്പനോട് പറയുകയാണ്. അപ്പോൾ ഉടനെ പെണ്ണിൻ്റെ അപ്പൻ പറയണേ, അതിൻ്റെ കാര്യമൊന്നുമില്ല, ഞങ്ങൾക്ക് അല്ലെങ്കിൽ വെച്ചടി കയറ്റമാണെന്ന്. ഇതാണ് പ്രശ്നം. അതായത് മനുഷ്യന്മാർ ദൈവത്തെ കാണുന്നത് എന്താണ്? ഭൗതിക അഭിവൃദ്ധിയിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. ഞാനെന്താ ഇപ്പം ഇങ്ങനെ പറയാൻ കഴിയുന്നറിയാവോ? അതിൻ്റെ വള്ളി പോകേണ്ട അതിൻ്റെ കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ തന്നെ ഞങ്ങൾക്ക് വെച്ചടി കയറ്റമാണെന്ന് അദ്ദേഹം പറഞ്ഞില്ലേ? അത് എന്നോട് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ എന്താ സംഭവിച്ചെന്നറിയാവോ? ഉടനെ ഈശോ പറയണ കുന്നും മലയും നിരത്തപ്പെടുമെന്ന്. അതാണിപ്പോൾ ഇങ്ങനെ പറയാൻ കാര്യം. ഇപ്പോൾ കറങ്ങിത്തിരിഞ്ഞ് ഒടിഞ്ഞു മടങ്ങി വരികയാണ് മെസ്സേജ്. വഴിയൊരുക്കാൻ വേണ്ടി ഇതിൻ്റെ ഉള്ളിലൂടെ ഒരു വചനം വന്നതാണ്. ഇപ്പോഴേ ഇങ്ങനെ ലോഞ്ച് ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നത്. ആ മനുഷ്യനോട് അത് പറഞ്ഞപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല, ഞങ്ങൾക്കല്ലെങ്കിലും വെച്ചടി കയറ്റമാണെന്ന് പറഞ്ഞപ്പോൾ ഉടനെ ആത്മാവ് എൻ്റെ ഉള്ളിൽ നിന്ന് അയാൾ പറയണേ കുന്നും മലയും നിരത്തപ്പെടുമെന്ന്. അതെന്താണ്? അത് ഭയങ്കര സന്ദേശമാണ്. 11:23 ലൂക്കായുടെ സുവിശേഷമാണ്. എന്താ ലൂക്കായുടെ സുവിശേഷം? എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ച് കളയുന്നത്. കൈയടിച്ച് കർത്താവിനെ സുടലൂയ. കർത്താവ് പറഞ്ഞ് ശേഖരിക്കണം. പക്ഷെ കുഴപ്പമില്ല. പക്ഷെ ആരുടെ കൂടെ ശേഖരിക്കണം? കർത്താവിൻ്റെ കൂടെ ശേഖരിക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ 11:23 സംഭവിക്കും. ലൂക്കായുടെ സുവിശേഷം എന്താണ്? എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ച് കളയുമ്പോൾ എങ്ങനെയിരിക്കും? കർത്താവിനോടുകൂടി ശേഖരിക്കാത്ത എല്ലാ മലകളും, കർത്താവിനോടുകൂടി ശേഖരിക്കാത്ത എല്ലാ കുന്നുകളും സമ്പത്തിൻ്റെതായാലും കുറച്ച് കഴിയുമ്പോൾ നിരത്തപ്പെടും. ഇല്ലെങ്കിൽ നിന്റെ പേരക്കിടാവങ്ങളും നിരത്തും. കാര്യം അത് ഗാന്ധിയുടെ പേരക്കിടാവ് വരെ ചർച്ചും കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളായിരുന്നു. പോരെ, ഗാന്ധി ഉണ്ടാക്കിയ മൊത്തം പേരും പോയി പേരക്കിടാവിനെ ജനിപ്പിച്ചപ്പോഴും. ഒരു മഹാത്മാഗാന്ധിയുടെ കാര്യം പറഞ്ഞത്, ഒരു അസുര വിത്ത് മതി ഒരു കുടുംബത്തെ നശിപ്പിക്കാൻ. അപ്പം നിങ്ങൾ വിചാരിക്കരുത്, നിങ്ങൾ ദേവാലയത്തിൽ പോകുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങളുടെ പൂർവികരുടെ സുഹൃത്തം കൊണ്ട് കർത്താവിനൊക്കെ നൽകിയ അനുഗ്രഹങ്ങൾ ഒരു പക്ഷേ അത് ശാശ്വതമല്ലാതെ വരണമെങ്കിൽ നമ്മൾ അപ്പോഴേ എനിക്ക് എന്താ മനസ്സിലായത്? എൻ്റെ ദൈവത്തിലെ നീ ഇന്ന് കർത്താവിൻ്റെ മുമ്പിൽ കണ്ണുനീരോടെ നിൽക്കുന്ന ഓരോ പ്രാർത്ഥനയ്ക്കും, ഓരോ ഉപവാസത്തിനും, ഓരോ കുർബാനയ്ക്കും എല്ലാം നിനക്ക് മാത്രമല്ല നിന്റെ തലമുറകളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. കൈ അടിച്ച് കർത്താവ് വിളിക്കട്ടെ, അതിശക്തമായി ശ്രദ്ധിക്കട്ടെ. അതായത് ഇതിനൊക്കെ ഇത് മേജപ്രബോധനമാണ്. കർത്താവ് സൂക്ഷിക്കാൻ പറഞ്ഞ ഒരു കാര്യമാണ്. ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പം ഞാൻ വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഈശോ എന്നാ പറയണമെന്നറിയാൻ വേണ്ടി, ഈശോയുടെ ആംഗിൾ അറിയാൻ വേണ്ടി, നമുക്കറിയത്തില്ല എന്താ സന്ദേശം തരാൻ പോകണമെന്ന് നമുക്ക് നേരത്തെ അറിയാൻ പറ്റത്തില്ല. പ്രാർത്ഥിച്ച് നമുക്ക് വരാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഇപ്പം ഞാനിങ്ങനെ ജസ്റ്റ് ഓപ്പൺ ചെയ്തപ്പോഴേ എൻ്റെ ഒരു വചനം നോക്കിയപ്പോൾ ഞാൻ വചനം വരച്ച് ഉടനെ എൻ്റെ പേനയുടെ മഷി മുഴുവനും ഒഴുകി അതിൻ്റെ അകത്ത് വീണ്. ഡോട്ട് പെന്നാണ് ഉപയോഗിക്കുന്നത്, അതിൽ പോലും മഷി കക്കി വീണ്. അപ്പം ഞാനിങ്ങനെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ
ഇവിടെയും കൂടി ആ പടം വരന്ന് ആ മഷി കരക്കണ കാരണം ഞാൻ ടവലെടുത്തിട്ട് ആ മഷി ഒപ്പിയെടുത്ത് നിങ്ങൾ കണ്ടു കാണും. ആ വചനമാണ് ഇപ്പോഴും പറഞ്ഞത്. ഏതാണ്? എന്നോട് കൂടി ശേഖരിക്കാത്തവൻ ചിതറിച്ച് കളയുന്നത്. പ്രൈസ് ലോർഡ്. 11:23 വചനത്തിലാണ് മഷി കക്കി വീണത്. കക്കി വീണതിന് പകരം അപ്പം തന്നെ ആംഗിൾ പിടികിട്ടി ഈശോ എന്നെ സംസാരിക്കാൻ പോകണമെന്ന്. എന്നിട്ട് ഈശോ എന്തിനാണ് ഇന്നലെ സംഭവിച്ച കാര്യങ്ങളെയാണ് എൻ്റെ ഓർമ്മയിലേക്ക് കൊണ്ടുപോകുന്നത്. ആ മനുഷ്യൻ പറഞ്ഞത് ദേവാലയവുമായിട്ട് ബന്ധമില്ലെങ്കിലും ഞാൻ കടിക്കടി ഉയർച്ചയാണെങ്കിൽ അങ്ങനെ അതെല്ലാം കർത്താവിനോട് ശേഖരിക്കാത്തതാണെന്നും അത് ചിതറിച്ച് കളയാൻ ഒരു അസുരവൃത്തി ജനിച്ചാൽ മാത്രം മതിയെന്നും എല്ലാ മലകളും എല്ലാ കുന്നുകളും എപ്പോഴായും താഴ്വാരമാകുമെന്നും സമതലമാകുമെന്നും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈ നിലനിൽക്കുക എന്നൊരു വിഷയം ബൈബിളിലുണ്ടേ. ഈ നിലനിൽക്കുക എന്ന്, അതായത് രണ്ടായിട്ട് നമ്മൾ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളെയും രണ്ടായിട്ട് തിരിക്കുക. ഒന്ന് നിലനിൽക്കാത്തത്, ഒന്ന് നിലനിൽക്കുന്നത്. നിലനിൽക്കാത്തതിന് നമ്മൾ അനുഗ്രഹം എന്ന് പറയും, നിലനിൽക്കുന്നതിന് നമ്മൾ കൃപയെന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. ഇല്ലേ? നിലനിൽക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു നമ്മൾ കണ്ടില്ലേ, അതായത് നമ്മൾ സ്വിച്ചുകൊണ്ടിരുന്ന സമയത്ത് കുഞ്ഞാറ്റക്കുരുവികളെല്ലാം ഒഴുകി പറന്ന് വന്നിട്ട് കൂടിൽ ഇങ്ങനെ ആറ്റക്കിളി കുഞ്ഞുക്കിളിക്ക് ധാന്യം കൊത്തി വായി വെച്ച് ചൂണ്ടിക്കൊടുക്കുന്നതാണ് ഒരു മെസ്സേജ് വന്നത്. നമ്മൾ ആദ്യം നിന്നപ്പോൾ അത് വയലിലേക്ക് സമൃദ്ധി തിരിച്ചു വരും. തരിശായ ഭൂമികൾ, തരിശായ ജീവിതങ്ങൾ, ജോലിയില്ലാത്ത അവസ്ഥ, മക്കളില്ലാത്ത അവസ്ഥ, വീടില്ലാത്ത അവസ്ഥ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ അഭിവൃദ്ധികളൊക്കെ വേദനിച്ചിരിക്കുന്ന മക്കൾക്ക് അഭിവൃദ്ധികൾ തിരിച്ചു വരുന്നു എന്ന് പറയും. നമുക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്നും പറയാൻ പാടില്ല. അത് കറക്റ്റായിട്ട് കണ്ടാൽ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഇസ്രായേലിൽ വേദപ്രവാചകന്മാരുണ്ടായിരുന്നു. വേദപ്രവാചകന്മാർക്ക് 8ന്റെ പണി കിട്ടിയതാണ്. കൊന്നുകളഞ്ഞു വേദപ്രവാചകർ. അതായത് ദൈവം പറയാത്ത കാര്യങ്ങൾ ജനങ്ങളെ പറഞ്ഞ് ചുഴിപ്പിച്ച് ജനങ്ങളെ വഴിതെറ്റിക്കുന്നവരാണ് വേദപ്രവാചകന്മാർ. അപ്പം എന്തെങ്കിലും സംഭവം കർത്താവ് പറയാത്ത ഞാൻ പറയണമെങ്കിൽ എൻ്റെ പൗരോഹിത്യം വരെ പോകും. കാര്യം അത്രയും റിസ്ക്കിലാണ് ഈ സംഭവം ചെയ്യണത്. കാര്യം ദൈവത്തിൻ്റെ വാക്കുകൾ എന്താണ് അത് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഈശോ എന്താ പറഞ്ഞത്? അഭിവൃദ്ധി തിരിച്ചു വരുമോ. അഭിവൃദ്ധി തിരിച്ചു വരുമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അഭിവൃദ്ധി തിരിച്ചു വരുമെന്ന് ഈശോ വാഗ്ദാനം ചെയ്ത് നീ അത് കേട്ടിട്ടുണ്ടെങ്കിൽ ആ വചനം നിനക്ക് പ്രയോജനപ്പെടണമെങ്കിൽ നീ എന്താ ചെയ്യേണ്ടത്? ഹെബ്രായർ 4:2 ചെയ്യണം. എന്താണ്? അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല, കാരണം അവരതിൽ വിശ്വസിച്ചില്ല. വചനം വിശ്വസിച്ചാൽ മാത്രമേ പ്രവചനങ്ങൾ നിറവേറത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, പ്രവചനങ്ങൾ നിറവേറാൻ വേണ്ടി വചനം വിശ്വസിക്കാനുള്ള കൃപ നൽകണമേ. പ്രവചനങ്ങൾ നിറവേറാൻ വേണ്ടി വചനം വിശ്വസിക്കാനുള്ള കൃപ നൽകണമേ. ഈ പ്രവചനങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയാവോ? അതും പ്രശ്നമാണ്. പ്രവാചകൻ പറയുന്ന വചനങ്ങൾ ദൈവവചനങ്ങളാണല്ലോ. അത് നമ്മൾ വിശ്വസിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? 2 രാജാക്കന്മാർ 4:19 അങ്ങനെ വചനമുണ്ട്. ശ്രദ്ധിക്കട്ടെ. കരകൾ ഉയർത്തിക്കൊണ്ട് ശ്രദ്ധിക്കട്ടെ. യേശുവിന്റെ ആത്മാവ് നിറയട്ടെ, ദൈവത്തിന്റെ ശക്തി നിറയട്ടെ, ദൈവിക അഭിഷേകം ഉണ്ടാകട്ടെ. കർത്താവേ, വചനത്തിന്റെ അഭിഷേകാഗ്നി എന്ന് പറയും. പ്രാർത്ഥിക്കട്ടെ കർത്താവേ. കരകൾ ഉയർത്തിക്കൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 2 രാജാക്കന്മാര് 7:1 7:4 7:2 ഈ വചനമാണ്. ശ്രദ്ധിക്കേണ്ടതാണ്. പ്രവചനങ്ങൾ അവിശ്വസിച്ചുണ്ടാകാൻ സാധ്യതയാണ്. എലീശ പറഞ്ഞു, കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ. അവിടെ നള്ളി ചെയ്യുന്നു. നാളെ ഈ നേരത്ത് സമറിയായുടെ കവാടത്തിങ്കൽ ഒരളവ് നേരിയ മാവ് 1 ഷെക്കലിനും 2 അളവ് ബാർലി 1 ഷെക്കലിനും വിൽക്കപ്പെടും. കാര്യം ആ സാഹചര്യം മനസ്സിലാക്കണം. അതായത് സമറിയ ഇസ്രയേലിൻ്റെ കവാടത്തേക്ക് ഉപരോധമിട്ടിരിക്കുക. ഉപരോധമിട്ട വെള്ളം പോലും അകത്ത് കിടക്കണ പട്ടണത്തിൽ താമസിക്കുന്നവർ കിട്ടത്തില്ല. ഇവർക്ക് കൃഷി ചെയ്യാൻ പോകാനും പറ്റത്തില്ല. കൃഷിയിടങ്ങളെല്ലാം കോട്ടയ്ക്ക് പുറത്താണ്. കോട്ടയിലാണ് ഉപരോധം ഇട്ടിരിക്കുന്നത്. സമറിയ ഇസ്രായേലിനേക്കാൾ വലിയ സൈന്യമായതുകൊണ്ട് ഇവർക്ക് പ്രതിരോധിക്കാൻ കഴിയണില്ല. പുറത്തു പോയി ധാന്യം വാങ്ങാൻ പറ്റണില്ല, വെള്ളമെടുക്കാൻ പറ്റണില്ല. ദാഹമുണ്ട്, പട്ടിണിയുണ്ട്. മരിക്കാതെ ഇങ്ങനെ അകത്ത് കഴിഞ്ഞു കൂടുമ്പോഴാണ്
ഈ ഇരുളിൽ നിന്നുകൊണ്ടാണ് ദൈവം തൻ്റെ ജനങ്ങളോട് എലീശായിലൂടെ പറയണത് എന്താണ്? നാളെ ഈ നേരത്ത് സമറിയായുടെ കവാടത്തെങ്കൽ ഒരളവ് നേരിയ മാവ് 1 ഷെക്കലിനും 2 ബർലി 1 ഷെക്കലിനും വിൽക്കപ്പെടും. രാജാവ് പടനായകൻ്റെ തോളിൽ ചാരി നിൽക്കുകയായിരുന്നു. അപ്പോൾ പടനായകൻ ദൈവപുരുഷനോട് പറഞ്ഞു, കർത്താവ് ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്നാൽ തന്നെ ഇത് നടക്കുമോ? അതൊക്കെ പടനായകൻ പ്രവചനങ്ങൾ അവിശ്വസിക്കുകയാണ്. ഉടനെ എലീശ പറഞ്ഞു, നീ സ്വന്തം കണ്ണുകൊണ്ട് അത് കാണും, എന്നാൽ അതിൽ നിന്ന് ഭക്ഷിക്കുകയില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. അതാണ് വിഷയം. നീ സ്വന്തം കണ്ണുകൊണ്ട് അഭിവൃദ്ധി കാണും, പക്ഷെ ഭക്ഷിക്കാൻ പറ്റത്തില്ല. വചനം അവിശ്വസിച്ചാലുണ്ടാകുന്ന കുഴപ്പമാണ്. ഇതിനോട് ലൂപ്പ് ചെയ്ത് വായിക്കേണ്ട വചനങ്ങളാണ് ഹെബ്രായർ 2:4-2. എന്താണ്? അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല, കാരണം അവരതിൽ വിശ്വസിച്ചില്ല എന്ന്. അതായത് പ്രവചനങ്ങൾ അത് സംഭവിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അത് തന്നെ സംഭവിച്ചു. സമറിയായുടെ സൈന്യങ്ങളെ കർത്താവ് പടക്കുതിരകളുടെ പടഹധ്വനി വ്യാജമായി കേൾപ്പിച്ചവരെ വിരട്ടി. അവർ ഇസ്രായേൽക്കാരുടെ ദൈവം ഇളകി വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രാജ്യം വിട്ടുപോയി. അപ്പം കുഷ്ഠരോഗികൾ സമറിയയുടെ അകത്ത് കയറിയിട്ട് അവിടെ എല്ലാം ഇങ്ങനെ സ്വത്ത്, ധാന്യം, പൊടി, മാവ്, ഇങ്ങനെ ഭക്ഷണപദാർത്ഥങ്ങൾ, സ്വർണം എല്ലാം ഇങ്ങനെ കൂടാരത്തിൽ ഇങ്ങനെ തൊങ്ങിക്കൂടി കിടന്നപ്പോൾ കുഷ്ഠരോഗികൾ ആദ്യം പോയ ആൾക്കാർ കഴിച്ചിട്ട് പുറത്ത് വന്ന് പറഞ്ഞു, എന്തോ സംഭവിച്ചിട്ടുണ്ട്, ചെന്ന് നോക്കാൻ പറഞ്ഞപ്പോഴും സമറിയയിൽ ആരും ഇല്ല. അങ്ങനെ ഇസ്രായേൽക്കാരെ കയറി അവിടുത്തെ പൊടി മുഴുവനും എടുത്തു, സ്വർണം എടുത്തു. അങ്ങനെയാണ് 1 ഷെക്കലിന് വിറ്റത്. പക്ഷെ ആ സമയത്ത് ആ ഓട്ടത്തിൻ്റെ ഇടയിൽ ഈ അവിശ്വസിച്ച പടനായകനെ കുതിര ചവിട്ടി കൊന്നുകളഞ്ഞു. അതാണ് എലീശ പറഞ്ഞത്, നീ അത് നിന്റെ കണ്ണുകൊണ്ട് കാണും കർത്താവ് കാണിക്കണത്, പക്ഷെ നീ ഭക്ഷിക്കത്തില്ലെന്ന്. ദൈവജനേ, കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോഴേ പ്രാർത്ഥിക്കണം. ഒന്ന് പറഞ്ഞേ, കർത്താവേ നിന്റെ വചനങ്ങൾ ഞങ്ങള് വിശ്വസിക്കുന്നു, അത് ഞങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ. ഉയർത്തിക്കൊണ്ട് ശ്രുതിക്കട്ടെ. സങ്കട സമയം അല്ലേ? ഭർത്താവ് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് സങ്കടമാകും. ഭാര്യയ്ക്ക് അവഗണന ഉണ്ടെങ്കിൽ സങ്കടമാകും. ഇപ്പോഴത്തെ പണ്ടത്തെ കാലം പോലുമല്ല. പണ്ട് ഭാര്യയായിരുന്നു ഏറ്റവും കൂടുതൽ സങ്കടമുള്ള ആൾക്കാർ. ഞാൻ അച്ഛനാകണ കാലത്ത് 32 കൊല്ലം മുമ്പ് ഭാര്യമാരുടെ സങ്കടങ്ങളായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. 32 കൊല്ലം കഴിഞ്ഞപ്പോൾ കാലവും മാറി, ദേശവും മാറി. ഇപ്പോൾ ഭർത്താക്കന്മാരുടെ സങ്കടവും ഭാര്യമാരുടെ ഒപ്പമായിട്ടുണ്ട്. പല ഭർത്താക്കന്മാരും വന്നു, അച്ഛാ അവളോടൊന്ന് പറയച്ച അവൾ തിരിച്ചു വരാൻ, അല്ലെ കർത്താവിനോട് പറയച്ച അവൾ തിരിച്ചു വരാൻ. ഇങ്ങനെ പറയണമെന്ന് ഞാൻ പണ്ട് കേട്ടിട്ടില്ല. ഇപ്പം പുതിയതായിട്ട് കേൾക്കുകയാണ്. എന്തൊക്കെ സമൂഹത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അവളന്മാരൊക്കെ ഇത് ജിന്നായി വരുന്നുണ്ടെന്ന് അർത്ഥം അല്ല മക്കളെ. എല്ലാം ദൈവത്തിനെ ഒപ്പിച്ച് കണ്ടാൽ മാത്രമേ എല്ലാം സത്യമാകത്തുള്ളൂ. ദൈവത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് കാണുന്നതെല്ലാം വ്യാജ പ്രബോധനങ്ങളാണ്. കർത്താവ് മറുകരയ്ക്ക് പോകുമ്പോൾ സൂക്ഷിക്കാൻ വേണ്ടി ഒന്നേ പറഞ്ഞുള്ളായിരുന്നു. ജീവിതത്തിന് മറുകരയ്ക്ക് മനുഷ്യൻ പോകുമ്പോൾ മനുഷ്യൻ മറന്നുപോയത് ഒന്ന് മാത്രമായിരുന്നു, അപ്പമെടുക്കാൻ, വചനമെടുക്കാൻ, അല്ലേ? അപ്പം സൂക്ഷിക്കാൻ പറഞ്ഞത് ഒന്ന് മാത്രമാണ്, വ്യാജപ്രബോധനങ്ങളെ. നമുക്കിങ്ങനെ ചുറ്റും വ്യാജപ്രബോധനങ്ങളാണ്. കല്യാണം കഴിച്ച് പിരിഞ്ഞ ആൾക്കാരിലെയും പിരിയാൻ പോകുന്ന ആൾക്കാരിലെയും നയിക്കുന്നത് ആരാ? വ്യാജപ്രബോധനങ്ങളാണ്, അല്ലേ? കർത്താവിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള പ്രബോധനങ്ങൾക്കാണ് വ്യാജപ്രബോധനങ്ങൾ എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള പ്രബോധനങ്ങൾക്കാണ് വ്യാജപ്രബോധനങ്ങളെന്ന് പറയുന്നത്. അതിനെ സൂക്ഷിച്ചു കൊള്ളാൻ പറഞ്ഞിരിക്കുകയാണ്. മത്തായിയുടെ 16:5-11. മത്തായി 16:5-11. മറുകരയ്ക്ക് പോയപ്പോൾ അവർ മറന്നുപോയെന്ന്. ആ വചനം കേട്ടിട്ട് എന്നെ വല്ലാതെ ഹോണ്ട് ചെയ്ത്. കാര്യം മറുകരയ്ക്ക് പോവുകയാണ് നമ്മൾ. അപ്പോൾ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. എന്താണ് മറന്നു പോകാൻ സാധ്യതയുള്ളത്? ദൈവത്തിൻ്റെ അപ്പമാണ്, കർത്താവിൻ്റെ വചനമാണ്. ഈ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ ജീവിതത്തിൻ്റെ മറുകരയിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മുടെ മറുകര എന്താണ്? കർത്താവിൻ്റെ കരയാണ്. ഇക്കരയിൽ നമ്മൾ നിൽക്കണം. ഈ ലോകത്ത്
ഇനി നമ്മൾ മറുകരയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഒരു വിശ്വാസിക്ക് സംഭവിക്കാൻ സാധ്യതയുള്ളത് 16:1 അനുസരിച്ച് 5 അനുസരിച്ചുള്ള ഈ മറന്നു പോകലാണ്. എപ്പോഴും ഓർത്തിരിക്കണമെന്നും ഓർത്തിരുന്നാൽ ആത്മാവ് ജ്വലിക്കണതും മ്ലാനത മാറണതും കർത്താവിൻ്റെ വചനമാണ്. കൈ അടിച്ച് കർത്താവിനെ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അതായത് എപ്പോഴും എൻ്റെ മക്കൾ ജപമാലയിലും കുർബാനയിലും കുർബാന സ്വീകരണത്തിലും മൗന പ്രാർത്ഥനയിലുമൊക്കെ ഓർക്കേണ്ടത്, കർത്താവേ നിൻ്റെ വചനം എൻ്റെ അനുഭവങ്ങൾക്ക് ആനുപാതികമായിട്ടും സമാന്തരമായിട്ടും എന്നെ അനുസ്മരിപ്പിക്കണമേ എന്ന് ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ നിന്റെ വചനം എന്നെ കേൾക്കുന്ന എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. വിദൂരങ്ങളും ദൂരങ്ങളുമുള്ള എല്ലാവരും, കർത്താവേ നിന്റെ വചനം എന്റെ അനുഭവങ്ങൾക്ക് ആനുപാതികമായി സമാന്തരമായി എന്നെ അനുസ്മരിപ്പിക്കണം. അത് വലിയൊരു, അതായത് ദൈവത്തിൻ്റെ നമ്മുടെ കൂടെയുള്ള സഹവാസ യാത്രയിലെ നമുക്ക് വളരെ അനുഭവവേദ്യമാകുന്ന സമയം എന്ന് പറയുന്നത് ഈ വചനം ഓർക്കുമ്പോഴാണ്. എന്തെങ്കിലും വിഷമം വന്നാൽ ഇപ്പം തന്നെ അറിയാമല്ലോ, മ്ലാനവദനരായി അവർ എമ്മാവൂസിലേക്ക് പോയെന്നല്ലേ പറയാം. കർത്താവ് മരിച്ച ദിവസം, കർത്താവ് ഉയർത്തുന്നൊരു ദിവസം, യൂദാസ് മരിച്ച ആഴ്ചയിൽ, ആത്മഹത്യ ചെയ്ത ആഴ്ചയിൽ, അപ്പോസ്തലന്മാരുടെ ജീവന് നേരെ ഭീഷണി ഉയർന്ന ആഴ്ചയിൽ, അവിടെ വീടും ജോലിയും എല്ലാം നഷ്ടപ്പെട്ട് വരുമാന മാർഗങ്ങൾ എന്താണെന്നറിയാൻ ഇനി എങ്ങനെ ജീവിക്കുമെന്നറിയാൻ പാടില്ലാതെ അവരെ ഒരു തീരുമാനമെടുക്കാൻ പറ്റാതെ കുഴങ്ങിയ മനസ്സോടുകൂടി ആ കുഴക്കമുള്ള മനസ്സിൻ്റെ കണ്ണാടിയായിട്ട് മുഖത്ത് മ്ലാനത ഇങ്ങനെ നിഴലിട്ട് നിൽക്കുന്ന രൂപങ്ങൾ അങ്ങ് ഇരുട്ടിലൂടെ അങ്ങ് പോകുമ്പോഴാണ് കർത്താവ് കൂടിയത്. കർത്താവ് കൂടുന്ന കാലങ്ങളെല്ലാം ബൈബിള് വളരെ ശ്രദ്ധയോടെ ഇങ്ങനെ നമ്മളെ എടുത്ത് കാണിക്കും. പണ്ട് ഇതുപോലെ അപ്പോസ്തലന്മാർ മരകരയിലേക്ക് പോയപ്പോഴും മത്തായിയുടെ 14:8-33 മേഖലകളിലെല്ലാം നമ്മൾ ഈ വർഷം, അതായത് 14-ാം അധ്യായത്തിൽ മരകരയ്ക്ക് പോകുമ്പോൾ അപ്പോഴും ഈശോ നടുക്കടലിലൂടെ പ്രത്യക്ഷപ്പെടും. നടുക്കടലിൽ, നിന്റെ കടത്തിൻ്റെ നടുക്കടലിൽ, നിന്റെ രോഗത്തിൻ്റെ നടുക്കടലിൽ, നിന്റെ ക്ലേശങ്ങളുടെ നടുക്കടലിൽ പ്രത്യക്ഷപ്പെടുന്ന ആളിന്റെ പേരാണ് ക്രിസ്തു. ഹല്ലേലൂയ. എപ്പോഴും വേദനയുടെ സമയത്താണ് ആള് പ്രത്യക്ഷപ്പെടുന്നതൊക്കെ മനസ്സിലായില്ലേ? ഇപ്പോഴെന്താ സംഭവിച്ചിരിക്കുന്നത്? അപ്പോസ്തലന്മാർ 16:5 മത്തായിയുടെ സുവിശേഷത്തിലൂടെ അപ്പോസ്തലന്മാർ മറുകരയിലേക്ക് യാത്ര ചെയ്യുകയാണ്. ആ സുവിശേഷം അധ്യായം തുടങ്ങുമ്പോൾ തന്നെ പറയും അപ്പോസ്തലന്മാർ അപ്പമെടുക്കാൻ മറന്നുപോയിരുന്നുവെന്ന്. കുറച്ചങ്ങോട്ട് വെള്ളം നീങ്ങിയപ്പോൾ ഈശോ പറഞ്ഞു, ഫരിസേയുടെ പുളിമാവിനെ സൂക്ഷിച്ചു കൊള്ളുവിൻ. അപ്പോൾ അപ്പോസ്തലന്മാർ പറഞ്ഞു, നമ്മൾ അപ്പമെടുക്കാൻ മറന്നു പോയത് കൊണ്ടാണ് ഈശോ ഇങ്ങനെ പറയുന്നത്. മറുകരയിലേക്ക് പോകുമ്പോൾ യേശുക്രിസ്തുവിനെ മാറ്റി നിർത്തിയിട്ടുള്ള എല്ലാ പ്രബോധനങ്ങളെ എന്തെന്നാണ് വിളിക്കണത്? അതിന് മനസ്സിലാക്കി. വേദപ്രബോധനങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ അത് നിൻ്റെ ആൻറ്റി പറയണതാണ്, അതിൻ്റെ അളിയൻ പറയണതാണ്, അതിൻ്റെ കുമ്മാതിരി പറയുന്നതാണ്, അതിൻ്റെ തലതൊട്ടപ്പം പറയുന്നതാണ്, അതിൻ്റെ അമ്മ പറയണതാണ്. മനസ്സിലായില്ലേ? വേദപ്രബോധനങ്ങൾ അതായത് കർത്താവിനെ മാറ്റി നിർത്തിക്കൊണ്ട് നിൻ്റെ കുടുംബത്തിൽ നിൻ്റെ ഭർത്താവ്, നിൻ്റെ ഭാര്യ, നിൻ്റെ കുഞ്ഞുങ്ങൾ, അതിൻ്റെ തകർച്ചയ്ക്ക് വേണ്ടിയും അവരുടെ ശ്രേയസ്സിന് വേണ്ടിയും പറയുന്ന നിൻ്റെ അമ്മയായാലും പറയണത് വ്യാജപ്രബോധനമാണെങ്കിൽ അവർ പിശാചാണെന്ന് കർത്താവ് വിളിച്ച് പറയുന്നു. കൈയിടിച്ച് കർത്താവ് ഹല്ലേലൂയ. മാവസത്തേക്ക് പോയില്ലേ? 24-26 യൂക്കായുടെ സുവിശേഷം 2 പേര് പോയില്ലേ? കർത്താവിനെ വിട്ടുപോയില്ലേ? അവരെന്തുകൊണ്ട് പോയി? യൂദാസ് ആത്മഹത്യ ചെയ്തു, പത്രോസിന് തൊഴിൽ പോയി, ഈശോ കൊല ചെയ്യപ്പെട്ടു. അതുകൊണ്ട് ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് ആരോ പറഞ്ഞു കൊടുത്തു.
ഇനി ഇവിടെ നിന്നിട്ട് ആരോ ഇവിടെ കാര്യമില്ല, നിങ്ങൾ നശിക്കും, നിങ്ങളുടെ ജീവനുമേലും നാളെ പിടി വീഴും എന്ന് ആരോ വ്യാജപ്രബോധനം കേട്ടപ്പോഴാണ് അയാൾ എമ്മാവൂസിലേക്ക് സ്വന്തം വീട്ടിലോട്ട് തിരിച്ചു പോയി, കർത്താവിനെ ഉപേക്ഷിച്ചുകൊണ്ട്. വിശ്വാസം ഉപേക്ഷിച്ചുകൊണ്ട് തിരിച്ചു പോകാൻ വേണ്ടി നിനക്ക് വിശ്വാസം നമ്മളിങ്ങനെ നിൽക്കുമ്പോഴും ചിലപ്പോൾ നമ്മൾ തിരിച്ചുപോക്ക് നടത്തുന്നവരായിരിക്കുമെന്ന് ഈശോ പറയുന്നു. വിശ്വാസം നമ്മളിങ്ങനെ വിശ്വാസം നിൽക്കുമ്പോഴും ചില സമയത്ത് തിരിച്ചുപോക്ക് നമ്മൾ അറിയാതെ നടത്തുന്നുണ്ടാകാം. എന്തുകൊണ്ടാണ് സന്ധ്യപ്രാർത്ഥന മുടങ്ങുന്നത്? തിരിച്ചുപോക്ക് ആരംഭിച്ചു എന്ന് എമ്മാവൂസിലെ ശിഷ്യനാണെന്ന് അർത്ഥം. എന്തുകൊണ്ടാണ് ഞായറാഴ്ച കുർബാന മുടങ്ങുന്നത്? തിരിച്ചുപോക്ക് ആരംഭിച്ചു എന്ന് എമ്മാവൂസിലെ ശിഷ്യനാണ്, നിന്റെ ഹൃദയം മ്ലാനമാണെന്ന് അർത്ഥം. കൈയടിച്ച് കർത്താവിനെ ആളിങ്ങനെ പള്ളിയിലുണ്ടാകും ചിലപ്പോൾ, പക്ഷേ എങ്കിലും ആൾ പള്ളിയിലുണ്ടാകും, കൃപാസനത്തിലുണ്ടാകും, പക്ഷേ അയാളിലെ ആന്തരിക മനുഷ്യൻ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നു, തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. എങ്ങോട്ട് പോയിക്കോ? എന്തുകൊണ്ടാണ്? അല്പവിശ്വാസികളെല്ലാം തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. അല്പവിശ്വാസികളെല്ലാം തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ തിരിച്ചുപോയ ആൾക്കാരെ തിരിച്ച് വിളിക്കുന്നത് ആരാണ്? ഈശോയാണ്. എങ്ങനെയാണ് വിളിക്കുന്നത്? സംഭവിച്ച കാര്യങ്ങളിലുള്ള കൃത്യസാന്നിധ്യം വെളിപ്പെടുത്തിക്കൊണ്ടാണ് തിരിച്ചു വിളിക്കുന്നത്. തിരിച്ചു പോയില്ലേ, അവരെ തിരിച്ചു വിളിക്കാൻ കഴിയുമെന്നാണ് ബൈബിൾ പറയണത്. ആരെല്ലാം മനസ്സിടിഞ്ഞു പോയോ, ആരെല്ലാം മ്ലാനവദനായോ അവരെല്ലാം തിരിച്ചു വിളിക്കാവുന്ന ലോകത്തോട് പറയുന്ന ഒരേ ഒരു പുസ്തകത്തിന്റെ പേരാണ് ബൈബിൾ. കൈയടിച്ച് കർത്താവ് അവര് കർത്താവ് തിരിച്ചു വിളിച്ചു. എന്താ പറഞ്ഞത്? അതായത് ലൂക്ക 24:45-46 വെച്ചാണ് തിരിച്ചു വിളിച്ചത്. എന്താ ഈശോ പറഞ്ഞത്? മിശിഹ ഇതെല്ലാം സഹിച്ച്, ഒന്ന് പറഞ്ഞേ, മിശിഹ ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് കരയേറേണ്ടത് ആവശ്യമായിരുന്നില്ലേ? അപ്പൊ മനുഷ്യൻ എവിടെയാണ് കരയേറേണ്ടത് എന്ന് വെച്ചാൽ എല്ലാവരും ചോദിക്കും, രക്ഷപ്പെട്ടാന്ന് ചോദിക്കത്തില്ലേ? പാസ്റ്റർമാരും ചോദിക്കും രക്ഷപ്പെട്ടാന്ന്, കണ്ടു നിൽക്കുന്നവരും ചോദിക്കും രക്ഷപ്പെട്ടാന്ന്. കരകയറിയെന്നാണ് ഉദ്ദേശിക്കുന്നത്, ഇല്ലേ? കരകയറിയ എന്നല്ലേ ചോദിക്കണത്? പഠിക്കണത് എന്താണ്? കരകയറാൻ വേണ്ടിയാണ്, അല്ലേ? അപ്പോഴേ കരകയറ്റം എന്ന് പറയുന്നത് കർത്താവിനൊരു കരകയറ്റമുണ്ട്. എന്താ കാര്യം? അത് 24:46 മിശിഹ ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് കരയേറേണ്ടത് ആവശ്യമായ. ക്രിസ്ത്യാനിക്ക് ഒറ്റ കരയറ്റം മാത്രമേ ഉള്ളൂ. എന്താണത്? ദൈവത്തിന്റെ മഹത്വത്തിലേക്ക് എത്തിച്ചേരുകയാണ്. കൈ അടിച്ച് കർത്താവ് അപ്പോൾ വ്യാജപ്രബോധനം കിട്ടി, ഇവിടെ നിന്ന് രക്ഷയില്ല, കരകയറ്റമില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ്, ഇവിടെ നിന്നാൽ കർത്താവിൻ്റെ കൂടെ നിന്നാൽ, വിശ്വാസത്തിൻ്റെ കൂടെ നിന്നാൽ കരകയറ്റമില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് വേദപ്രബോധനം കൊണ്ട് എമ്മാവൂസിലെ ശിഷ്യന്മാർ തിരിച്ചു പോയവർ, അല്ലേ? അവരെ ദൈവം തിരിച്ചു വിളിക്കുകയാണ്. എന്ത് വിളിച്ചാണ്? സത്യവചനങ്ങൾ. വേദപ്രബോധനക്കെതിരെയുള്ള ട്രീറ്റ്മെൻറ്റ് എന്താണ്? സത്യവചനങ്ങൾ പറഞ്ഞു കൊടുത്താണ്. മഹത്വത്തിൻ്റെ, സഹനത്തിൻ്റെ പൊരുൾ പറഞ്ഞു കൊടുത്താണ്. സഹനത്തിൻ്റെ ദൈവിക ഉദ്ദേശം പറഞ്ഞു കൊടുത്ത് കണ്ട. എന്തുകൊണ്ടാണ് അവൻ പറഞ്ഞു കൊടുത്തത്? ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് കരയേറാൻ വേണ്ടിയാണ്. ക്രിസ്ത്യാനിയുടെ ജീവിതം 70 80,000 കോടിയല്ല, നിത്യതയാണ്. നിത്യതയോളം നിലനിൽക്കുന്ന മാത്രമേ നിലനിൽക്കത്തുള്ളെങ്കിൽ കർത്താവിൻ്റെ വചനങ്ങൾ എന്താണ് പറയുന്നത്? 15:16 യോഹന്നാന്റെ സുവിശേഷം, നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിന് വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിക്കുന്നു. കർത്താവ് നിയോഗിപ്പെല്ലാം നിത്യതയോളമുള്ള നിയോഗിപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് 1 യോഹന്നാൻ 2:7 പറയുന്നത്. എന്താ പറയണത്? പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതാവട്ടെ എന്നേക്കും നിലനിൽക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 കൊല്ലമോ 10 കൊല്ലമോ നിലനിൽക്കുകയല്ല. ഈ ലോകത്തുള്ള പാർട്ടിക്കാരും ശരി, സർക്കാരിനാരും ശരി, ഉദ്യോഗസ്ഥന്മാർക്കാരും ജോലിക്കാരും ശരി, നമുക്ക് എത്ര കാലം നമ്മൾ നിലനിർത്താൻ കഴിയും? വിരലിലാവുന്ന കാലം മാത്രമേ ഉള്ളൂ. നിന്റെ കൂടെ നിത്യതയോളം നിന്ന് നിലനിൽക്കാൻ കഴിയുന്നവനാണ് നിന്നെ വിളിച്ചതെങ്കിൽ അവനാണ് സത്യം, അവനാണ് ജീവൻ, അവനാണ് വഴി. കൈ അടിച്ച് കർത്താവ്
അപ്പോഴ് വേദപ്രബോധനങ്ങൾ കേട്ടിട്ട് നമുക്ക് നഷ്ടപ്പെടുന്നത് എന്തായിരിക്കും? വേദപ്രബോധനം കേട്ട് കഴിഞ്ഞാൽ അത് സൂക്ഷിച്ചു കൊള്ളാൻ ഈശോ പറഞ്ഞില്ല 16:5 മത്തായിയുടെ സുവിശേഷം. അങ്ങനെ കേട്ടാൽ എന്താ നമുക്ക് നഷ്ടപ്പെടുന്നത്? വിശ്വാസം നഷ്ടപ്പെടാം, പ്രത്യാശ നഷ്ടപ്പെടാം. അതുകൊണ്ടല്ലേ എമ്മാവൂസ് ശിഷ്യന്മാർ മടങ്ങിപ്പോയവരെ തിരിച്ചു പിടിക്കുന്നത് എന്തുകൊണ്ടാണ്? സത്യവചനങ്ങൾ കൊണ്ടാണ്. ദൈവപൈതലെ, എന്തെങ്കിലും മാർഗത്തിൽ വേദപ്രബോധനം കൊണ്ട് നീ തിരിച്ച് മടക്കയാത്ര നടത്തുകയും നിന്റെ പ്രാർത്ഥന വീണു പോവുകയും വിശ്വാസം അവതാളത്തിലാകുകയും ചെയ്തു കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ നീ രക്ഷ ചെയ്ത് ധ്യാനകേന്ദ്രത്തിൽ വരണം, അല്ലെങ്കിൽ നീ വീട്ടിലിരുന്ന് കർത്താവിൻ്റെ വചനം വായിക്കണം. വചനം വായിച്ച് കഴിയുമ്പോൾ ഹൃദയം ജ്വലിക്കാതെ കണ്ണീരുടെ പറഞ്ഞ കർത്താവെ, ഞാൻ എമ്മാവൂസ് ശിഷ്യന്മാരെ പോലെ മനസ്സിടിഞ്ഞും ജ്ഞാനവചനമായിരിക്കുന്നു. എൻ്റെ കുടുംബത്തിലെ കടങ്ങൾ, ഭർത്താവിൻ്റെ പെരുമാറ്റങ്ങൾ, കുടുംബത്തിൻ്റെ തിക്കുമുട്ടുകൾ, കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാത്ത അവസ്ഥകൾ, അവരെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള മാർഗ്ഗമില്ലാതിരിക്കുക, എൻ്റെ തന്നെ വ്യക്തിപരമായ രോഗങ്ങൾ, എനിക്ക് സഹായിക്കാനും എന്നെ പറയാനും എന്നെ പിന്തുണക്കാനും എനിക്ക് ആരുമില്ലാത്ത അവസ്ഥകൾ ഞാൻ മനസ്സിടിയുന്നു. കർത്താവ്, ഞാൻ എമ്മാവൂസ് ശിഷ്യന്മാരാണ്, എന്നെപ്പോലെ ഞാൻ ജ്ഞാനവചനായിരിക്കും. കർത്താവ്, അവരുടെ കൂടെ സഞ്ചരിച്ച പോലെ എൻ്റെ കൂടെ നീ സഞ്ചരിക്കണമെന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എമ്മാവൂസ് ശിഷ്യന്മാരുടെ കൂടെ സഞ്ചരിച്ചതുപോലെ, വചനം പറഞ്ഞു കൊടുത്തതുപോലെ, അവർ ഹൃദയം ജ്വലിപ്പിച്ചതുപോലെ ഇപ്പോഴ് എനിക്ക് വചനം പറഞ്ഞു തന്നുകൊണ്ട് എൻ്റെ ആത്മീയ യാത്രയിൽ എൻ്റെ കൂടെ നടക്കുന്ന കർത്താവിന്റെ കൃപയാ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. എല്ലാവരും എഴുന്നേൽക്കുക. ഈശോനെ തന്നെ നോക്കി നിൽക്കുക. ജീവിതത്തിൻ്റെ ഓരോ മണ്ഡലങ്ങളിൽ പരിശുദ്ധ അമ്മ വഴി ഈശോയോട് വെള്ളം വീഞ്ഞാക്കാൻ പറയുന്ന സമയമാണ്. കൃപാസനത്തിൽ അൾത്താരയുടെ ഒരു ഗുണമത, ഇവിടുന്ന് പോയാലും വെള്ളം വീഞ്ഞായിക്കൊണ്ടേയിരിക്കും. പത്രം വഴി, ഉടമ്പടി വഴി, തിരി വഴി, ഒലിവെണ്ണ വഴി വെള്ളമെല്ലാം വീഞ്ഞായിക്കൊണ്ടിരിക്കും. മാതാവ് ഇങ്ങനെ നിങ്ങളുടെ കൂടെ വരികയാണ്. അതാണ് ആ മോള് സാക്ഷ്യം പറഞ്ഞത്, എൻ്റെ അമ്മേ, അമ്മ കൂടെ വരണമേ. പത്രം ഉണ്ടൂരിട്ട് വിഴുങ്ങി, ഗുളിക പോലെ വിഴുങ്ങി 7 വർഷത്തെ മരുന്നിനെ ഒരു പത്രം കൊണ്ട് പ്രതിരോധിച്ചു. കഴിഞ്ഞ ആഴ്ച ഒരു സാക്ഷ്യം ഒരു ചേച്ചി പറഞ്ഞത്, അതായത് അവരുടെ മഴവെള്ളം പ്രളയം കയറി കുടുംബത്തിലേക്ക് വീട്ടിലോട്ട് കയറിയപ്പോൾ സഹിക്കാൻ ഓക്കെ ഇപ്പം കയറുമെന്ന് പറഞ്ഞ് വെള്ളം ഇങ്ങനെ ഒഴുകി ഒരു സമയത്ത് അവർ വിശ്വാസപ്രമാണം ചൊല്ലി പത്രം കൊണ്ടേ വെച്ച് കൊടുത്തെന്ന്. അപ്പോൾ വെള്ളം തിരിച്ചു പോയെന്ന് ഒക്കെ കേൾക്കുമ്പോൾ ഈ കാലഘട്ടത്തിലെ മനുഷ്യൻ്റെ വിശ്വാസം എന്നാ വിശ്വാസമാണ്. കാട്ടൂർ പള്ളിയുടെ നേരെ പടിഞ്ഞോട്ട് പോയിട്ട് 1.5 കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിക്കുമ്പോൾ അവിടെ ഒരു വീടുണ്ട്. ആ മനുഷ്യൻ ഈ കഴിഞ്ഞ ദിവസം എന്നെ വന്ന് കണ്ടത്, എൻ്റെ സ്ഥലത്ത് മാത്രം കല്ലിട്ടിട്ടില്ല, കടൽ വന്ന് എൻ്റെ വീട്ടിൽ ഇപ്പം ഇടിക്കുമെന്ന് വെച്ചപ്പോൾ ഞാൻ പത്രം കൊണ്ട് കടലിൽ എൻ്റെ വീടിന് ഇടയ്ക്ക് വെച്ചെന്ന്. കഴിഞ്ഞ കൊല്ലം ഞാൻ ചെയ്തതാണ്, ഈ കൊല്ലവും ചെയ്ത്. ആ കഴിഞ്ഞ കൊല്ലം ചെയ്തിട്ട് കടൽ തിരിച്ചു പോയി. ഞാനത് പറഞ്ഞിട്ടില്ല. മനുഷ്യ, നിങ്ങളെന്ത് ഇത് പറയാത്തതെന്ന് ചോദിച്ചു. ഞാൻ പറയൂ വെച്ചാന്ന് പറഞ്ഞു. അതായത് മനുഷ്യൻ ഇപ്പം മാതാവ് ഏതെല്ലാം രീതിയിലാണ് നമുക്ക് പ്രവർത്തിക്കണമെന്ന് നമുക്ക് ഒരു പിടിയില്ല. നിങ്ങൾക്ക് എന്തോരം വിശ്വാസമുണ്ട്, എന്തോരം നിങ്ങളുടെ ബാഗ് വലുതാണ്, നിങ്ങൾക്ക് അനുഗ്രഹത്തിന് കൃപയായിരിക്കും. എന്തുമാത്രം ചെറിയ കുടത്തിന് ചെറിയ അനുഗ്രഹം, വലിയ കുടത്തിന് വലിയ അനുഗ്രഹം. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? കുടം വലുതാക്കണം, ഇല്ലേ? തോൽക്കുടം വലുതാക്കണം. പഴയ തോൽക്കുടം വെച്ചുകൊണ്ടിരിക്കരുത്. വിശ്വാസത്തിൻ്റെ തോൽക്കുടം, പ്രത്യാശയുടെ തോൽക്കുടം, ദൈവസ്നേഹത്തിൻ്റെ തോൽക്കുടം, അത് വലുതാക്കണമെന്നാണ് ഈശോ പറയണത്. കാര്യം അമർത്തി കുറിച്ച് നിറച്ച് അളന്ന് നിന്റെ തോൽക്കുടങ്ങളിലേക്ക് ചൊരിയാനുള്ളവൻ പറയുന്നു, ഞാൻ അളന്നല്ല ആത്മാവിനെ നൽകണത്. കൈയടിച്ച് കർത്താൻ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. വീണ്ടും ഇവിടെ നടക്കുന്നത് ഈ വൻകുടലിനെ, നമ്മുടെ വൻകുടലിന് നിങ്ങൾക്ക് പടം നിങ്ങൾ കണ്ടു കാണും.
വൻകുടലിന് മുഴുവനും ഇങ്ങനെ, അതായത് അകത്തോ പുറത്തോ എന്നറിയത്തില്ല, ഭക്ഷണവുമായിട്ട് ചെല്ലുന്ന ഭക്ഷണവുമായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെടുന്നില്ല. സാധാരണ ഒരു ജൈവപരമായിട്ടുള്ള കണക്ഷൻ ഇങ്ങനെയുള്ള ആന്തരിക അവയവങ്ങൾക്ക് ഉണ്ടാവേണ്ടതാണ്. കുടലിൻ്റെ എന്ത് രോഗം കാരണം, നീർകെട്ടിരിക്കുന്ന കാരണം അങ്ങനെ ഒരു ബന്ധമില്ല. അതുകൊണ്ട് വയറിന് എപ്പോഴും ഇങ്ങനെ പെരുത്ത് ഇങ്ങനെ ഇരിക്കും. ആ വയറിനെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തണം. സുഖിയുടെ ഹല്ലേലൂയ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥി. കർത്താവായ ദൈവമേ, ഇപ്പോൾ കാണിച്ചതുപോലെ നടുവേദനക്കാരെ ബാക്കിയുള്ളവരെയും നീ നിമിഷം നടുവേദനയുടെ ഭാഗങ്ങളിൽ നിന്റെ വലതുകരം വഹിക്കണമേ. കർത്താവേ, നടുവേദന ഈശോയുടെ നാമത്തിൽ ഈ നിമിഷം മാറിപ്പോകട്ടെ. നടുവിന്റെ ഉള്ളിലെ ഞരമ്പുകളെ ഞെരുങ്ങുന്നവര്, കശേരുക്കള് തെറ്റിപ്പോകുന്നവര് കർത്താവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. എന്റെ കർത്താവേ, തലയെ സമർപ്പിക്കുന്നു. കർത്താവേ, കാതിനെ സമർപ്പിക്കുന്നു, കണ്ണിനെ സമർപ്പിക്കുന്നു, തൊണ്ടയെ സമർപ്പിക്കുന്നു. കർത്താവേ, എല്ലാ രോഗങ്ങളും, ശ്വാസ രോഗങ്ങള്, തൈറോയിഡ് രോഗങ്ങള്, ചെവി രോഗങ്ങള്, കണ്ണിന്റെ കാഴ്ചക്കുറവ്, പല സംബന്ധമായ എല്ലാ രോഗങ്ങളും യേശുവിന്റെ നാമത്തിൽ ഈ നിമിഷം മാറിപ്പോകട്ടെ. കർത്താവായ ദൈവമേ, വായില് ഉപ്പ് വരാത്തവരെയും ഉപ്പിൽ കൂടുതലുള്ളവരെയും നാക്ക് പെരുക്കുന്നവരെയും നാക്ക് വളരുന്നവരെയും സുഖപ്പെടുത്തുന്നതിന് നന്ദി പറയുന്നു. കൈവെക്കാനോ താഴ്ത്താനോ പറ്റാത്തവര്, കാലുകളെ നീക്കിവെച്ച് നടക്കാൻ പറ്റാത്തവര്, ചവിട്ടിക്കേറി പോകാൻ പറ്റാത്തവര്, പ്രഷർ രോഗികള്, ഷുഗർ രോഗികള്, ഹൃദയത്തിന്റെ ഇടിപ്പ് കൂടിപ്പോയവര്, കുഴഞ്ഞുപോയവര്, കരളിന് വീക്കമുള്ളവര്, കരൾ വലുതാകുന്നവര്, ഈശോയുടെ നാമത്തിൽ ഈ നിമിഷം പതിര് രോഗികള്, ശ്വാസകോശ രോഗികള്, വലിവ് രോഗികള്, കരൾ രോഗികള്, ഹൃദയ രോഗികള്, ഈശോയുടെ നാമത്തിൽ ഈ നിമിഷം യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. വിവാഹ തടസ്സമുള്ളവർക്ക്, മക്കളില്ലാത്തവർക്ക്, ജോലി ഇല്ലാത്തവർക്ക്, വീട് ഇല്ലാത്തവർക്ക്, സ്ഥലമില്ലാത്തവർക്ക്, സാമ്പത്തിക കടമുള്ളവർക്ക്, ഇത്രയും പേർക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഒരുങ്ങിയിരിക്കുക, സന്തോഷമിരിക്കുക, തൊൽക്കുടങ്ങളെ, വിശ്വാസ തൊൽക്കുടങ്ങളെ വലുതാക്കി നിർത്തുക. കർത്താവായ ദൈവമേ, വൈവാഹിക തടസ്സമുള്ളവരെ അങ്ങേ കേൾപ്പിക്കുന്നു. മക്കളില്ലാത്തവരെ കർത്താവേ, മരുന്ന് കഴിച്ച് മടുത്ത് മരുന്ന് നിർത്തിയവരെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഒരു തുണ്ട് ഭൂമി ഇല്ലാത്തവര്, ഭൂമി കിട്ടാനുള്ളത് കൊടുക്കാനുള്ളവരെ കൊടുക്കാതെ പിടിച്ചു പറിച്ച് വെച്ചിരിക്കുന്നവരെ, ഭാഗോടമ്പടി നടക്കാത്തവരെ, വീട് കിട്ടാനുള്ളവരെ യേശുവിന്റെ നാമത്തിൽ ഈശോയുടെ നാമത്തിൽ സമർപ്പിക്കുന്ന. കർത്താവേ, കൊടിയ സാമ്പത്തിക ബാധ്യതയുള്ളവരെ, ലക്ഷക്കണക്കിന് രൂപ കടമുള്ളവരെ, അനുദിന വരുമാനങ്ങൾ പോലും നിങ്ങളെ പോറ്റാൻ ഭാഗമില്ലാതെ കണ്ണുനീരോടെ കരയുന്നവരെ കർത്താവേ സ്പർശിക്കണമേ.
കർത്താവായ ദൈവമേ, മക്കൾക്ക് അഡ്മിഷൻ കിട്ടാത്തവര് ഏത് ഗ്രൂപ്പാണെന്ന് ഇപ്പോഴും നിശ്ചയമില്ലാതെ പ്രാർത്ഥിക്കുന്നവര് കിട്ടിയ അഡ്മിഷന് പോകാൻ സാമ്പത്തികമായ പരാധീനതയും അനുഭവിക്കുന്നവര് മക്കളെ പഠിപ്പിക്കുന്ന കാര്യത്തില് വീട്ടിലെ സഹോദരങ്ങളും തമ്മില് വഴക്കും പലതരത്തിലുള്ള മുഴുമുറുപ്പും കുടുംബ സമാധാനം നഷ്ടപ്പെടുന്ന എല്ലാ സാഹചര്യങ്ങളിലും ഏറ്റെടുക്കണമേ കയറി ചെല്ലണമേ നിന്റെ പ്രകാശം ആ കുടുംബത്തിലെ വഴിയായി സമാശ്വാസമായി ചൊരിയണമേ. മൗനമായി പ്രാർത്ഥിക്കട്ടെ. കൈകൾ കൂപ്പി കണ്ണു തുറന്ന് കർത്താവിനെ നോക്കി മൗനമായി പ്രാർത്ഥിക്കട്ടെ. നേർച്ച വസ്തുക്കളെ കൈകളെടുക്കുക. നേർച്ച വസ്തുക്കളെ കൈകളിലെടുക്കുക. ഇവിടെ ഒരു ഏറ്റവും വലിയ നേർച്ച വസ്തുവാണ് നമ്മുടെ പത്രം. പത്രം നമുക്ക് തീർന്നിരിക്കുകയാണ്. മെയ് മാസത്തിൽ അല്ല ജൂൺ മാസത്തിൽ പത്രം തീർന്നിരിക്കുകയാണെന്ന്. അത് ഉള്ള പത്രം നിങ്ങളുടെ കയ്യിലുണ്ട് ഇപ്പോഴ്. ബാക്കി ബ്ലെസ്സിങ്ങും അതുപോലെ അച്ഛൻ്റെ ധ്യാന പുസ്തകങ്ങളും ആശീർവദിക്കാൻ പോവുകയാണ്. ആവശ്യമുള്ളവർക്ക് കർത്താവിൻ്റെ കൃപയുടെ അടയാളമായിട്ട് അത് വാങ്ങിക്കാവുന്ന. ഈ പത്രവും നമ്മൾ ആശീർവദിക്കാൻ അമ്മ പറഞ്ഞപ്പോഴാണ് പത്രം വളരെയേറെ ഫലം പ്രകടിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ പത്രം നമുക്ക് തീർന്ന്, അതുകൊണ്ട് ബ്ലെസ്സിങ് ആശീർവദിക്കാൻ പോവുകയാണ്. ബ്ലെസ്സിങ് അച്ഛൻ്റെ ധ്യാന പുസ്തകങ്ങളും ആശീർവദിക്കാൻ പോകും. ഗ്രേസ്, ഗേറ്റ് ടു ഗ്രേസ് ആൻഡ് ഗ്ലോറി, ഡൈനാമിക്സ് ഓഫ് ഗ്രേസ്, കൃപയുടെ സൂത്രവാക്യങ്ങൾ, സൂര്യപ്രകാശ് വിളയും നല്ല ബലങ്ങൾ, അമ്മയോടൊപ്പം അടയാളമില്ലാത്ത കാലം, അനുഗ്രഹത്തിൻ്റെ യാന്ത്രികവിദ്യ, ദൈവത്തിന് അവഗണിക്കാൻ പറ്റാത്ത ആത്മീയ ശക്തിയായി വളരാൻ 12 പാഠങ്ങൾ. അങ്ങനെ എല്ലാം ദൈവം ഈശോ തന്നെ പറഞ്ഞതും നമ്മുടെ പത്രത്തിൽ കഴിഞ്ഞ വർഷങ്ങളിലൂടെ വന്നതുമായിട്ടുള്ള ദൈവവചനങ്ങൾ ആ പുസ്തകത്തിൽ ധ്യാന പുസ്തകത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ പത്രത്തിന് പകരം പത്രമില്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലെസ്സിങ്ങും ഇത് മേടിക്കാവുന്നതാണ്. ഇപ്പോൾ പത്രം ഉയർത്തിപ്പിടിക്കുക. കർത്താവായ ദൈവമേ, പത്രം കിട്ടിയവർ ഉയർത്തിപ്പിടിക്കുക. കർത്താവായ ദൈവമേ, പത്രത്തിന്റെ എല്ലാ പേജുകളെയും 12 പേജുകളെയും നീ ആശീർവദിക്കണമേ. അത് പ്രാർത്ഥിക്കുന്ന മക്കള്, സ്പർശിക്കുന്ന മക്കള് നിന്റെ കൃപയാൽ ശക്തി പ്രാപിക്കട്ടെ. ബ്ലെസ്സിങ്ങിനെയും മറ്റു നേർച്ച വസ്തുക്കളെയും മറ്റ് ധ്യാന പുസ്തകങ്ങളെയും നിന്റെ തിരുമുറുവാർന്ന വലതുകരത്താൽ ആശീർവദിക്കണമേ. തത്തുക. ആദ്യ ഞായറാഴ്ചയാണ് അടുത്ത കൂട്ടായ്മയുള്ള 24-ാം തീയതിയാണ് പ്രേക്ഷിത കൂട്ടായ്മ. 24-ാം തീയതി രാത്രി 7 മണിക്ക് തങ്കി ആരാധന. 8-ാം തീയതി കുഞ്ഞുങ്ങളുടെ ധ്യാനം, യൂത്ത് മിഷൻ വിദ്യാർത്ഥികളുടെ ധ്യാനം. മരിയൻ തപസ് 2-ാം ചൊവ്വാഴ്ച നേരത്തെ ബുക്ക് ചെയ്യണം. ഇവിടെ താമസിക്കുന്നവർ തിരിച്ചൊരു കാർഡ് കൊണ്ടുവരികയും ചെയ്യണം. മരിയൻ തപസ് 11, 12, 13 തീയതികളിൽ. സമാപന ആശീർവാദം കഴിയാതെ ആരും ഗ്രൗണ്ട് വിട്ട് പോകരുത്. ആദ്യ ഞായറാഴ്ചയൊക്കെ 10 മണിക്ക് ഉടമ്പടി പ്രാർത്ഥന നടത്താവുന്നതാണ്, സൗകര്യമുണ്ടെങ്കിൽ അറിയിക്കും. പക്ഷേ ഇന്ന് അത്രയും ബുദ്ധിമുട്ട് നിങ്ങൾ വരണമെന്നില്ല. കാര്യം ആദ്യ ഞായറാഴ്ച 1-ാം ചൊവ്വാഴ്ചയും ഭയങ്കര തിരക്കാണ്. ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും ഉടമ്പടി പ്രാർത്ഥനയുണ്ട്. മധ്യസ്ഥ പ്രാർത്ഥന 10 മണി തൊട്ട് 4 മണി വരെ.
ശുശ്രൂഷ നടത്തുന്നവരെ ശുശ്രൂഷ ഏറ്റെടുത്തിട്ട് അവർക്ക് നടത്താവുന്നതാണ്. 5000 രൂപ മാത്രമേ ശുശ്രൂഷയ്ക്ക് നേർച്ച ഭോഗമുള്ളൂ. ആദ്യ ഞായറാഴ്ചയും ആദ്യ ചൊവ്വാഴ്ചയും 3-ാം ചൊവ്വാഴ്ചയും തപസ് ധ്യാനത്തിൻ്റെ അവസാന ദിവസവും ലൈവ് സ്ട്രീം ഉണ്ടായിരിക്കുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫേസ്ബുക്ക് ഉണ്ടെങ്കിൽ വീട്ടിലിരുന്ന് ഈ ശുശ്രൂഷ കാണാവുന്നതാണ്. നിങ്ങളുടെ മൊബൈലിൽ ലൈവായിട്ട് കാണാൻ പറ്റും. ആദ്യ ചൊവ്വാഴ്ചയും കാണാൻ പറ്റും. അപ്പോൾ ആദ്യ ചൊവ്വാഴ്ച നിങ്ങൾ 3-ാം ചൊവ്വാഴ്ചക്കാരാണെങ്കിൽ നിങ്ങൾ ആദ്യ ചൊവ്വാഴ്ചത്തെ ശുശ്രൂഷയും ആദ്യ ഞായറാഴ്ച ശുശ്രൂഷയും കൃത്യം 12 മണിക്ക് 12:30 ആകുമ്പോൾ ഇവിടുത്തെ രോഗശാന്തി പ്രാർത്ഥനകളെല്ലാം സാക്ഷ്യങ്ങൾ വഴി പിന്നെ അച്ഛൻ്റെ ആരാധനയെല്ലാം 3-4 മണി വരെ ലൈവായിട്ട് വീട്ടിലിരുന്നാൽ കാണാൻ പറ്റും. നിങ്ങൾ അച്ഛൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്താൽ മാത്രം മതി. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്താൽ തീർച്ചയായിട്ടും അച്ഛൻ്റെ ഫ്രണ്ടായി മാറും നിങ്ങൾ. അപ്പോൾ ഇവിടെ ലൈവ് ഉള്ള സമയത്ത് നിങ്ങൾക്ക് മൊബൈൽ എഴുതി കാണിക്കും, കൃപാസനം ലൈവ് എന്നോ കാണിക്കും. അപ്പോൾ നിങ്ങൾ അതെടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇവിടെ നടക്കുന്ന ശുശ്രൂഷ മൊത്തം നിങ്ങളുടെ മൊബൈലിൽ കാണാൻ പറ്റും. വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും, വ്യക്തമായിട്ട് കേൾക്കാനും പറ്റും. അത് പ്രത്യേകം പ്രയോജനപ്പെടുത്തണമെന്ന് ഓർപ്പിക്കുന്നു. അച്ഛൻ്റെ ഫേസ്ബുക്കിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പത്രത്തിൻ്റെ 12-ാം പേജിലുണ്ട്. അതനുസരിച്ച് നിങ്ങൾ അതിൽ കയറിയാൽ മതി. അതുപോലെ തന്നെ 2-ാമത്തെ പേജിൽ മരിയൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. വെബ്സൈറ്റ് വഴിയും നമുക്ക് മാതാവിൻ്റെ മുമ്പിൽ തിരികെത്തിക്കാവുന്നതാണ്. ലോകത്തിൻ്റെ എവിടെ ഇരുന്നു കൊണ്ടും വെബ്സൈറ്റ് വഴി മാതാവിൻ്റെ മുമ്പിൽ തിരികെത്തിച്ച് നിങ്ങളുടെ പേര് എഴുതി കാണിക്കും. അവിടെ നിങ്ങളുടെ തിരി നിങ്ങളുടെ പേരിൽ കത്തുന്നതായിട്ട് കാണിക്കും. ഇവിടുത്തെ മധ്യസ്ഥ പ്രാർത്ഥന കൂടുന്നതനുസരിച്ചുകൊണ്ട് തിരി കുറഞ്ഞ് വരുന്നതായിട്ട് നിങ്ങൾ കാണും. അതനുസരിച്ച് നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകും. അത് നിങ്ങളുടെ വിദൂര നാടുകളിൽ താമസിക്കുന്ന മക്കൾക്ക് അത് വലിയ ആശ്വാസമാണെന്നുള്ളത് സാക്ഷ്യം കേട്ടപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ കരുതുന്നു. പ്രിയപ്പെട്ടവരെ, പിന്നെ മറ്റൊരു കാര്യം, വലിയ കലൂര് പള്ളിയിൽ നിന്ന് ഞാൻ സ്ഥലം മാറിപ്പോയി. 6 വർഷം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ വലിയ കൃപ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് എനിക്കുണ്ടായിരുന്നു. നല്ല മനുഷ്യരുടെ കൂടെ 6 കൊല്ലം ജീവിക്കാൻ ഇടയാക്കിയതും കർത്താവിൻ്റെ കൃപയായിട്ട് ഞാൻ കരുതുന്നു. ഇപ്പോഴും ഞാൻ തൈക്കാട്ടുശ്ശേരിയിലാണ്. തൈക്കാട്ടുശ്ശേരി എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ അതൊരു വിഷയമായിട്ടിപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നത്തില്ല. കാരണം ഞാൻ ഇവിടെ താമസിക്കുക. തൈക്കാട്ടുശ്ശേരിയിൽ ഞാൻ ഇവിടുന്ന് വ്യാഴാഴ്ച വൈകുന്നേരമാണ് എപ്പോഴും പോകുന്നത്. വ്യാഴാഴ്ച പോയി കഴിഞ്ഞാൽ ഞാൻ ഞായറാഴ്ച ശുശ്രൂഷയ്ക്ക് വരും. അങ്ങനെയാണ്. അപ്പോൾ 3.5 ദിവസം അവിടെയും 3.5 ദിവസം ഇവിടെയുമാണ് എപ്പോഴും. അവിടെയും തൈക്കാട്ടുശ്ശേരി പോയാൽ പിന്നെ ഇങ്ങോട്ട് വരത്തില്ല. അതുകൊണ്ട് പ്രേക്ഷിത കൂട്ടായ്മയ്ക്ക് ഞാൻ ഉണ്ടാകത്തില്ല. കാര്യം അവിടെ പോയി അത് 2ാമത് അറേഞ്ച് ചെയ്ത് തരാം. പക്ഷേ പ്രേക്ഷിത കൂട്ടായ്മ നിങ്ങൾ വരണം. അച്ഛൻ ഉണ്ടായിട്ട് അച്ഛൻ വന്നില്ലെന്ന് വിചാരിച്ചിട്ട് പ്രേക്ഷിത വരണത് അച്ഛൻ ഉദ്ദേശിച്ച് വരണതല്ല. പ്രേക്ഷിത കൂട്ടായ്മ എന്ന് പറയുന്നത് ഈ ശുശ്രൂഷയെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ ശുശ്രൂഷയാണ്. അതുകൊണ്ട് കൃത്യമായിട്ടും നിങ്ങൾ പ്രേക്ഷിത കൂട്ടായ്മയ്ക്ക് വരണം. ഇതിൻ്റെ ടൈം മാറ്റുന്നവരെ. കാര്യം അച്ഛൻ എപ്പോഴും വെള്ളി ശനി ഞായർ തൈക്കാട്ടുശ്ശേരിയിലാണ്. അപ്പോൾ ഒന്നെങ്കിലും ചിലപ്പോൾ പ്രേക്ഷിത കൂട്ടായ്മ അങ്ങോട്ട് മാറ്റുന്നു വരും. കാര്യം ഈ അവിടെ ചെന്നിട്ട് പിന്നെയും ഇങ്ങോട്ട് ആളെ കാണിച്ചിട്ട് പോരണൊക്കെ കള്ളത്തരമാണ്. അങ്ങനെയൊന്നും നടക്കത്തില്ല. ശുശ്രൂഷകളും സത്യസന്ധത ഇടവകയോടും കാണിക്കണം നമ്മൾ. ഞാൻ ഇവിടെ ഇടവക ഇരുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ശുശ്രൂഷ ഉള്ളപ്പോഴേ കൃപാസനത്തിൽ വരത്തുള്ളായിരുന്നു. ബാക്കി ഞാൻ ഫുൾ ടൈം ഇടവക രാത്രിയും പകലും ഉണ്ടായിരുന്നു. ഇതും തൈക്കാട്ടുശ്ശേരി അങ്ങനെ തന്നെയായിരിക്കും. ഞാൻ പോയാൽ പിന്നെ തിരിച്ചു വരത്തില്ല. എൻ്റെ ഇടവകയുടെ കൂടെ തന്നെയായിരിക്കും. അപ്പം നിങ്ങൾക്കുള്ള ഗുണമെന്ന് പറയണത് ഈ പ്രാവശ്യത്തെ പ്രേക്ഷിത കൂട്ടായ്മ ഇങ്ങനെ പോട്ടെ. അത് പക്ഷേ നിങ്ങൾ ആത്മാർത്ഥമുള്ള പ്രേക്ഷിതരാണെങ്കിൽ തീർച്ചയായിട്ടും അച്ഛനില്ലെങ്കിലും അച്ഛൻ്റെ ജോലിക്കാരല്ല, ഞങ്ങൾ കർത്താവിൻ്റെ ജോലിക്കാരാണെന്ന് മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് നിങ്ങൾ വരും. ഇവിടെ അച്ഛനും ഉണ്ടാകും, വേറെ എത്രയോ അച്ഛന്മാരെ നമ്മളെ സഹായിക്കാനുണ്ട്. കുമ്പസാരം ഉണ്ടാകും, കുർബാനയും ഉണ്ടാകും, ആരാധനയും ഉണ്ടാകും, എല്ലാം ഉണ്ടാകും. അടുത്ത എക്സിക്യൂട്ടീവ് തീരുമാനം ഉണ്ടാകുമ്പോൾ അതനുസരിച്ച് നമ്മൾ ക്രമീകരിക്കുന്നതായിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഇപ്പോഴും അച്ഛൻ താമസിക്കുന്ന കാരണമുള്ള ഗുണമെന്ന് പറയുന്നത്, നിങ്ങൾക്കിനി ആ പള്ളിയിൽ വന്നിട്ട് പിന്നെ അച്ഛനെ കണ്ട് പിന്നെ ഈ കൃപാസനത്തിൽ വരേണ്ട കാര്യമില്ല. ഇപ്പോൾ ഇന്നലെയൊക്കെ സംഭവിച്ചിടത്തോളം 150 ആളുണ്ടായിരുന്നു രാവിലെ. കാര്യം 7 മണിക്ക് ഞാൻ കൗൺസിലിംഗ് തുടങ്ങും. ഞാനിവിടെ തിങ്കൾ,
ചൊവ്വ, ബുധൻ, വ്യാഴൻ രാവിലെ വരെ ഉണ്ടാവും. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് 7 മണിക്ക് ഇവിടെ കുർബാനയുണ്ട്. 7 മണി കുർബാന കഴിഞ്ഞ ഉടനെ കൗൺസിലിംഗ് ആരംഭിക്കും. 20 പേരെയാണ് പണ്ട് എടുത്തുകൊണ്ടിരുന്നത് ഒരു ദിവസം രജിസ്ട്രേഷൻ. ഇപ്പോൾ വെള്ളിയാഴ്ച അവിടെ ആയത് കാരണം വെള്ളിയാഴ്ചത്തെ 20 പേരെ കൂടി തിങ്കളാഴ്ചയും ബുധനാഴ്ചയും മാറ്റിയിട്ട് 30 പേര് എടുക്കുന്നുണ്ട്. 30 പേരെ വീതം തിങ്കളാഴ്ചയും ബുധനാഴ്ചയും കൗൺസിലിംഗ് എടുക്കുന്നുണ്ട്. പിന്നെ ചിലക്കുള്ള സങ്കടമെന്ന് പറയണത് കൗൺസിലിംഗ് കഴിഞ്ഞിട്ടും ചിലപ്പോൾ ഇത്തിരി രജിസ്ട്രേഷൻ കിട്ടാൻ താമസിക്കുന്നുണ്ട്. ഇപ്പോൾ രജിസ്ട്രേഷൻ കിട്ടാൻ താമസിക്കുന്ന കാരണം ചിലർക്ക് ബുദ്ധിമുട്ടുണ്ട്. കാര്യം എനിക്കും 30 പേര് എടുക്കാം. ഞാൻ 30 പേര് എടുക്കുമ്പോൾ തന്നെ ഞാൻ കുഴഞ്ഞു പോകുന്നുണ്ട് വൈകുന്നേരം ആകുമ്പോൾ. പിന്നെ ഒന്നിനും കൊള്ളാത്ത രീതിയിൽ ഈ വയറൊക്കെ ചുമ്മാ ചാടണമല്ല, ഇങ്ങനെ ഇരുന്ന് ചാടണ. എന്ത് ചെയ്യാനാ? വേറെ മടിയില്ലേ? ഇതിലെ ജോലി വേറെ ഒരു മാർഗ്ഗം ഇനിയില്ല. അപ്പം അതുകൊണ്ട് അതിൻ്റെ ഇരിപ്പിൻ്റെ രോഗങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം. പക്ഷേ ഇപ്പം ചെയ്യേണ്ടത്, ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, 7 മണിക്ക് വന്നാൽ ഒരു 9 മണി വരെ, 9 മണിക്ക് ഞാൻ കറക്റ്റായിട്ട് കൗൺസിലിങ്ങിന് രജിസ്ട്രേഷൻകാരൊക്കെ കാണത്തുള്ളൂ. അല്ലാത്ത ആൾക്കാർ ഇപ്പോൾ രജിസ്ട്രേഷൻ ഇപ്പം എമർജൻസി ആയിപ്പോയി, അച്ഛനൊന്ന് കണ്ടേ മതിയാകത്തുള്ളൂ. പറഞ്ഞ് പ്രാർത്ഥിക്കണം. കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 7 മണിക്ക് ഇവിടെ വന്നാൽ മതി. രജിസ്ട്രേഷൻ ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷേ പത്രത്തിൻ്റെ കാർഡും ഉടമ്പടി പേപ്പറും ഉണ്ടാകണം. ജസ്റ്റ് കാര്യം പറഞ്ഞാൽ ഇന്ന് സംഭവിച്ചു, ഇന്ന് ചെയ്യണം. ചിലപ്പോൾ മെസ്സേജ് എടുക്കണമെങ്കിൽ ചിലപ്പോൾ ഞാൻ അവിടെ വെച്ച് തന്നെ എടുത്തുനിന്ന് വരും ചിലപ്പോൾ. കാര്യം ഇപ്പം ഞാൻ ചെയ്യണത് ഉടമ്പടി ചെയ്യാനുള്ളവരെല്ലാം ഇങ്ങോട്ട് മാറ്റും. രജിസ്ട്രേഷനുള്ള 30 പേരെ അപ്പുറത്തേക്ക് മാറ്റും, മാതാവിൻ്റെ മുമ്പിലേക്ക് മാറ്റും. ഉടമ്പടി പേപ്പർക്കാർക്ക് ഇവിടെ കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ ഇനി പെട്ടെന്ന് കണ്ട് രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല, പക്ഷേ അച്ഛനെ കാണാതെ ഒരു മാർഗ്ഗമില്ലാത്ത ചില കേസ് ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. അവരെ ഞാൻ നിത്യാരാധന മുമ്പിൽ വെക്കും. അവരെ ആദ്യം കാണും. 9 മണി വരെ അവരെ കാണും. 9 മണി വരെ അവരെ കാണും. കാര്യം കാര്യം പറയാനുള്ള ആൾക്കാരെല്ലാം 9 മണി വരെ കാണും. കണ്ടതിന് ശേഷമാണ് പിന്നെ രജിസ്ട്രേഷനുള്ള കൗൺസിലിംഗ് എടുക്കണം. അതുപോലെ തന്നെ ഉടമ്പടിക്കാരെടുക്കണത്. ഉടമ്പടിക്കാരെല്ലാം ഉടമ്പടിക്ക് ആദ്യം കാണും, ഉടമ്പടി കഴിഞ്ഞ് കാണും. ഉടമ്പടി കഴിഞ്ഞ് അച്ഛൻ കൗൺസിലിംഗ് സ്ഥലത്ത് ഉടമ്പടി കഴിഞ്ഞ് അവർ തിരിച്ചു വരുമ്പോൾ അപ്പോഴും അവരുടെ കാര്യങ്ങൾ കേട്ടിട്ട് ജസ്റ്റ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇപ്പോഴേ ഇങ്ങനെയാണ് മുമ്പത്തേക്കാൾ ഇഫക്റ്റീവായിട്ടും ഭംഗിയായിട്ടാണ് ശുശ്രൂഷ പോകുന്നത്. പിന്നെ ഇൻ കേസ് ആർക്കെങ്കിലും തൈക്കാട്ടുശ്ശേരി വരണമെന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച വരാവുന്നതാണ്. പക്ഷേ അവിടെ ഈ കൗൺസിലിംഗ് ഒന്നും നടക്കത്തില്ല, മെസ്സേജ് എടുക്കത്തില്ല. മെസ്സേജ് കൃപാസതി മാത്രമേ എടുക്കത്തുള്ളൂ. ജസ്റ്റ് കണ്ട് കാര്യം പറഞ്ഞു പോകണമെങ്കിൽ കുർബാനയ്ക്ക് വരണം. കുർബാന 7 മണിക്ക്, തൈക്കാട്ടുശ്ശേരിയിലെ കുർബാന 7 മണിക്കാണ്. തൈക്കാട്ടുശ്ശേരി വളരെ എളുപ്പമാണ്. ശരി, തുറവൂരാണ് സംഭവം. തുറവൂരിൽ 4 കിലോമീറ്റർ കിഴക്കോട്ട് എടുക്കുമ്പോൾ തൈക്കാട്ടുശ്ശേരി എൻ്റെ പള്ളിയായി. അവിടെ വലിയൊരു പള്ളിയുണ്ട്. ആ പള്ളിയല്ല, എൻ്റെ ഒരു പള്ളി കൊച്ചു പള്ളിയാണ്. അടുത്ത് ഞാനാണ് ആദ്യമായിട്ട് ആ പള്ളിയിൽ പോയിരിക്കുന്നത്. പള്ളി വെച്ചിട്ട് 17 കൊല്ലമായെങ്കിലും അച്ഛന്മാരൊന്നും അവിടെ പോയി ഇരിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് പിതാ അച്ഛന്മാരാരെയും വിട്ടില്ല. ഇപ്പം ഞാനത് ആ പള്ളി ആ ഒരു മിഷനായിട്ട് എടുത്തുകൊണ്ട് അതിനെ പിക്കപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടി ഞാൻ ചോദിച്ചു പോവുകയാണ് അങ്ങോട്ട്. ആൾ കുറവാണ്, 50 വീട്ടുകാരേ ഉള്ളൂ, പല സ്ഥലങ്ങളിലാണ് താമസിക്കുന്നത്. പക്ഷേ പള്ളി ഇങ്ങനെ ഉറഞ്ഞു കിടന്ന് പോകുന്നത് ഇപ്പം ഞാൻ 2 പ്രാവശ്യം എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. അങ്ങനെ പോവുകയാണ്. അതുകൊണ്ട് ആ പള്ളി പിക്കപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പതുക്കെ അതിനെ ശരിയായി എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് അത്യാവശ്യം ആ മേഖലയിലുള്ളവർക്ക് ഇപ്പോൾ വെള്ളിയാഴ്ച പക്ഷേ കുർബാനയ്ക്ക് ഉണ്ടാകണം. കുർബാന കഴിഞ്ഞാൽ പിന്നെ ആ സമയത്തുള്ളവരെ കണ്ടാൽ പിന്നെ ആരെയും കാണത്തില്ല. കാര്യം അവിടെ കുർബാനയ്ക്ക് ആളില്ലാത്തത് കൊണ്ട് എനിക്കും ഗുണമാണ് നിങ്ങൾ വരണത്. എല്ലാവരും അല്ല, കുർബാനയ്ക്ക് അവിടെ ചുറ്റുവട്ടങ്ങളുള്ള എല്ലാവരും വരും. ഞാൻ ചെന്നപ്പോൾ തന്നെ എന്നോട് ഭയങ്കര കാര്യമാണ്. ഗ്യാസ് തന്നെ ചുവന്നുകൊണ്ട് വന്ന് വെച്ചിട്ടുണ്ട് ആൾക്കാർ. അത്രയും നന്നായിട്ട് ആൾക്കാർ അവിടെ ഉള്ളവർ ശരിക്കും സൈക്കാട്രിസ്റ്റ് ഇടവകക്കാരാണ് അവിടെ ഉള്ളത്. അവരും എന്നെ സഹായിക്കുന്നുണ്ട്. അവരൊക്കെയാണ് ഈ പരിപാടിയൊക്കെ ചെയ്യണത്. അത്രയും നന്നായിട്ടാണ് അവിടെ ആൾക്കാർ എന്നോട് പെരുമാറിയിരിക്കുന്നത്. ഞാൻ പോയിട്ട് ജസ്റ്റ് 3-4 ദിവസം ആയുള്ളെങ്കിൽ പോലും. അപ്പോൾ നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ തോന്നുമ്പോൾ വന്നാൽ, അതായത് 8 മണി കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ ഞാൻ എടുക്കത്തില്ല. 7 മണിക്ക് കുർബാനയ്ക്കുള്ള ആൾക്കാരെ എടുക്കും. 7 മണിക്ക് കുർബാനയ്ക്ക് വന്നിരുന്ന് എടുക്കും. അല്ലാത്തവർ ആരെങ്കിലും വരികയാണെങ്കിൽ ഉടമ്പടി ചെയ്യാത്തവരാണെങ്കിൽ അവൻ്റെ കാർഡ് കൊടുത്ത് കാര്യങ്ങൾ കേട്ട് പ്രാർത്ഥിച്ച് ഉടമ്പടി ചെയ്യാൻ വേണ്ടി കൃപാസനത്തോട് പറഞ്ഞു വിടും. പക്ഷേ ഉടമ്പടി കഴിഞ്ഞ ആൾക്കാരാരെങ്കിലും എമർജൻസി മെസ്സേജ് നടക്കത്തില്ല,
എമർജൻസി പത്രത്തിൻ്റെ കാർഡും കാണിക്കേണ്ട കാര്യമില്ല. കാര്യം മെസ്സേജ് എടുക്കണില്ലല്ലോ അവിടെ. മെസ്സേജ് കൃപാസനത്തിൽ എടുക്കത്തുള്ളൂ. പിന്നെ കണ്ട് കാര്യം പറയണമെങ്കിൽ ജസ്റ്റ് കണ്ടിട്ട് കാര്യം പറയാം. അങ്ങനെ പറഞ്ഞ ആശീർവാദം അനുഗ്രഹം മേടിക്കാം. അത് കറക്റ്റ് 7 മണിക്കൊണ്ടാണ് അവിടെ. 7 മണി കുർബാനക്ക് തീരണമാകുമ്പോൾ തന്നെ ചീട്ട് കൊടുക്കും. അല്ലെങ്കിൽ കുർബാനക്ക് വരാത്തവരാരാണ് വന്നവരാരാണെന്ന് അറിയാൻ പറ്റത്തില്ല. ആ തുറവൂരിൽ നിന്ന് ഇതെല്ലാം വടക്ക് വശത്തുള്ളവർക്കാണ് പ്രയോജനപ്പെടുന്നത്. തെക്ക് വശത്തുള്ളവർക്കും എല്ലാം കൃപാസനത്തിൽ ഞാൻ ഉണ്ടല്ലോ ഓൾറെഡി. അവിടെ 7 മണിക്ക് രാവിലെ 7 മണി ആയിരുന്നാൽ അച്ഛനെ കാണാൻ പറ്റും. അപ്പം നിങ്ങൾ ഉള്ള സൗകര്യങ്ങൾ ഉള്ളതുപോലെ പ്രയോജനപ്പെടുത്തുക. വെള്ളിയാഴ്ച ശനിയാഴ്ചയും അവിടെ കുർബാനയുണ്ട് 7 മണിക്ക്. ഞായറാഴ്ച നിങ്ങൾക്ക് കുറച്ചുകൂടി സുഖമാണ്. കാര്യം 9 മണിക്കാണ് കുർബാന. അച്ഛനെ കാണും. ഞാൻ അവിടെ ഞായറാഴ്ച മിക്കവാറും എല്ലാ ഞായറാഴ്ചയും കുർബാന രാവിലെ 9 മണിക്ക് കുർബാന ഉണ്ട്. അപ്പോൾ 9 മണിക്ക് കുർബാനയ്ക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും. അവിടെ കാണുമ്പോൾ പുറത്തേക്കണം. കൗൺസിലിംഗ് അല്ല, മെസ്സേജ് എടുക്കാനല്ല, കണ്ട് കാര്യം പറഞ്ഞ് അനുഗ്രഹം മേടിച്ച് കയ്യൊപ്പ് പ്രാർത്ഥന മേടിക്കാൻ പറ്റും. പക്ഷെ അത് കുർബാനയുടെ ടൈമിന് വരണം. കുർബാന ടൈം കഴിഞ്ഞാൽ പിന്നെ ചീട്ടാറും കൊടുക്കത്തില്ല. അവർ പറഞ്ഞ അടുത്ത ദിവസത്തേക്ക് പറഞ്ഞു വിടുകയുള്ളൂ. ഉള്ള സമയങ്ങൾ കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തുക. ഞായറാഴ്ച 9 മണി, വെള്ളിയാഴ്ച 7 മണി, ശനിയാഴ്ചയും 7 മണി. മാക്കക്കടവിൽ നിന്ന് കിഴക്കുന്ന് വരാം. കാര്യം കുറേ ആൾക്കാർ കടത്തുരുത്തി നിന്നും ബൈക്കിൽ നിന്നൊക്കെ ഇവിടെ പാടത്തേക്ക് വരുന്നവർക്ക് വള്ളം കയറി ഇറങ്ങണത് ഈ പള്ളിയുടെ അടുത്താണ്. ശരിക്കും അവിടെ നിന്ന് പിന്നെ 1.5 കിലോമീറ്ററേ ഉള്ളൂ, ജസ്റ്റ് 1.5 കിലോമീറ്റർ. മാക്കക്കടവിൽ നിന്ന് വൈക്കത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് മാക്കക്കടവിൽ ഇറങ്ങിയ 1.5 കിലോമീറ്ററേ ഉള്ളൂ എൻ്റെ പള്ളിയിലോട്ട്. പള്ളി എന്ന് പറയുന്നത് തൈക്കാട്ടുശ്ശേരി പള്ളി ബാപ്റ്റിസം പള്ളി എന്ന് പറയണം, എന്നാലേ അറിയത്തുള്ളൂ. നിത്യം പള്ളി എന്ന് പറയണം. അവിടെ വലിയൊരു പ്രമാദമായ ഒരു വലിയ പള്ളിയുണ്ട്, സിറിയൻ റോമൻ കാത്തലിക്സിൻ്റെ പള്ളിയുണ്ട്. അത് അല്ല, ആ പള്ളിയല്ല. അവിടുന്ന് പിന്നെയും കിഴക്കോട്ട് പോകുമ്പോഴാണ് അച്ഛൻ്റെ പള്ളി. തെക്കേ സൈഡിലാണ്. അവിടെ സെൻറ്റ് ജോർജിൻ്റെ ഒരു സ്റ്റാച്യു വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നടന്ന് കുറച്ച് നടക്കണം, 1.5 കിലോമീറ്റർ നടക്കണം. ഒട്ടൊക്കെ പോകും. അത്യാവശ്യം പ്രാർത്ഥിക്കാനുള്ള ആൾക്കാർ കൗൺസിലിങ്ങിന് വേണ്ടി ഒരിക്കലും അവിടെ വരരുത്, നടക്കത്തില്ല. ജസ്റ്റ് കണ്ട് പ്രാർത്ഥിച്ച് പോകാൻ പറ്റും. ഇത്രയും അറിയിപ്പിലേക്ക് നേർച്ച വസ്തു ഉയർത്തി പിടിക്കുക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അങ്ങയുടെ വിശുദ്ധകരത്താൽ തിരിയെ തേനിനെ ആശീർവദിക്കണമേ. അങ്ങയുടെ വിശുദ്ധകരത്താൽ തിരിയെ തേനിനെ ആശീർവദിക്കണമേ. പത്രത്തെ ബ്ലെസ്സിങ്സിനെ ധ്യാന പുസ്തകങ്ങളെ ആശീർവദിക്കണമേ. കർത്താവിന്റെ രക്തം കലരട്ടെ. ഇത് പ്രാർത്ഥിക്കുന്നവര് സ്പർശിക്കുന്നവര് കർത്താവിന്റെ കൃപയാൽ സൗഖ്യത്താൽ നിറയട്ടെ. വിശ്വാസപൂർവ്വം ചെയ്യട്ടെ. എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ ഞാൻ മക്കളെ കർത്താവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. സമാപന പ്രാർത്ഥനയ്ക്ക് ശേഷം ആശീർവാദം കിട്ടിക്കഴിഞ്ഞാൽ 15 മിനിറ്റ് കഴിയുമ്പോൾ അച്ഛൻ ക്ലാസ്സിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങും. അത്യാവശ്യക്കാർ മാത്രം ക്ലാസ്സിൽ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ശിരസിൽ കൈവച്ച് പ്രാർത്ഥന അനുഗ്രഹം മേടിക്കാവുന്നതാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ശക്തമായി സ്തുതിക്കട്ടെ, കരഞ്ഞപേക്ഷിക്കട്ടെ. കുടുംബങ്ങളെ ആശീർവദിക്കുന്നവർ നന്ദി പറയുന്നു. ഞങ്ങളുടെ മക്കളെ ആശീർവദിക്കുന്നവർ നന്ദി പറയുന്നു. രോഗികളെ ആശീർവദിക്കുന്നവർ നന്ദി പറയുന്നു. ഞങ്ങളുടെ പാട്ടുകളിൽ നന്ദി പറയുന്നു. നന്ദി പറയുന്നു. കർത്താവേ, കുടുംബങ്ങളിൽ സമാധാനം വർഷിക്കുന്നവർ നന്ദി പറയുന്നു. കർത്താവേ, കാലവർഷം കെടുതികളുടെ ബോധം നൽകുന്നവർ നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ മക്കളെ ആശീർവദിക്കുന്നവർ നന്ദി പറയുന്നു. വിശ്വാസത്തിൽ ഞങ്ങൾ അറിയിക്കുന്നതിനെ ഓർത്ത്, ദൈവ സ്നേഹത്തെ ഞങ്ങൾ അറിയിക്കുന്നതിനെ ഓർത്ത്, കർത്താവേ, ഞങ്ങൾ